Okay, good evening. Online audible ആണോ? Okay. All right. അപ്പം നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു നിർത്തിയത്? Functionalist perspective. Okay. See, in the last class, നമ്മൾ എന്താണ് ഫാമിലി എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം we have also discussed about some of the important functions that the families perform in the society. And നമ്മൾ പിന്നെന്ത് ഡിസ്കസ് ചെയ്തു? പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചായിരുന്നു? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്? എല്ലാം നല്ലതിനാണെന്നോ? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണ്? ഈ സൊസൈറ്റിയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളെ സൊസൈറ്റിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇത്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ക്ലിയർ ആണോ? അപ്പം എന്തുകൊണ്ടാണ് അവരെ പോസിറ്റീവ് കോൺട്രിബ്യൂഷനെ കുറിച്ച് കൂടുതൽ പറയാൻ കാരണം? എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു? ദാറ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? അത് ഞാൻ അതിന്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയാം. അതായത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, ഈ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ സൊസൈറ്റിയെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഓർ ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ PC എടുക്കുക, ഓക്കെ, കമ്പ്യൂട്ടർ. ഓക്കെ, ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കാറില്ലേ? എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്? ഈ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? വേരിയസ് എലമെന്റ്സ് അടങ്ങുന്ന ഒരു ഇന്റർ റിലേറ്റഡ് ഹോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ഇന്റർ റിലേറ്റഡ് ഹോൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ പ്രോപ്പർലി വർക്ക് ചെയ്യണമെങ്കിൽ, അതിന് നമുക്ക് പ്രോപ്പർലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ അധികം കോമ്പണൻസ് പ്രോപ്പറായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണ്ടേ അല്ലേ? ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവണം, അതുകൂടാതെ എന്തുണ്ടാവണം? കീബോർഡ് ഉണ്ടാവണം, CPU ഉണ്ടാവണം അല്ലെ, മൗസ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള വേരിയസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തരുന്ന കാര്യങ്ങൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അതിനെ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ സിസ്റ്റം ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോമ്പണൻസും എന്ത് ചെയ്യണം? കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. നമ്മൾ സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് സൂട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഇതിനകത്ത് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇത് വർക്ക് ചെയ്യോ പ്രോപ്പർലി? ഇതിന് സൂട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള CPU ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഇത് വർക്ക് ചെയ്യോ? ഇല്ല. റൈറ്റ്. നൗ when it comes to that of the functionalist, ഇവര് ഈ സൊസൈറ്റീനെ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? ഒരു സിസ്റ്റം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. മീനിങ് ഈ സൊസൈറ്റിയും പല ഡിഫറെന്റ് കോമ്പണൻസ് അടങ്ങുന്ന ഒരു ഇന്റർ റിലേറ്റഡ് ഹോൾ ആണ്. ഈ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ കോമ്പണൻസും പ്രോപ്പർലി വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന സിസ്റ്റം എന്തേ ഉള്ളൂ? ഇഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ സൊസൈറ്റിയിൽ പാർട്ടായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? സൊസൈറ്റിനെ അവർ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? ആസ് എ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള എല്ലാ കോമ്പണൻസ് എന്ത് ചെയ്യണം? സൊസൈറ്റിക്ക് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ, കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ? സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു ഉദാഹരണം ഞാൻ പറയാം.
അല്ലെ? ഈ സമൂഹത്തിനെ സിസ്റ്റമായി കൺസിഡർ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ സൊസൈറ്റിയിൽ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഈ സൊസൈറ്റിയുടെ? ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റം ഒരു ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, റിലീജിയൻ. നമുക്ക് തൽക്കാലം ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എടുക്കാം. ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർഡിനേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴല്ലേ ഈ സമൂഹത്തിൽ ഒരു സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ ഉണ്ടാവുള്ളൂ, അല്ലെ? ഇപ്പൊ ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റവും ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റവും തമ്മിൽ ബന്ധമില്ല എന്ന് വിചാരിക്കാം, അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവില്ലേ? ഈ സൊസൈറ്റി സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യോ? ഇല്ല. ഇനി ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും എക്കണോമിക് സിസ്റ്റത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എന്തുണ്ടാവണം? റിലീജിയസ് സിസ്റ്റം ഇവിടെ ഉണ്ടാവണം. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തുണ്ടാവണം? ഫാമിലി ഉണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കോർഡിനേറ്റഡ് അല്ലാതെ മറ്റുള്ള സിസ്റ്റംസിലെ പാർട്ടുമായിട്ട് അസിമിലേറ്റഡ് ആയിട്ടോ ഇന്റഗ്രേറ്റഡ് ആയിട്ടോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തുണ്ടാവും? ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പർലി ഇന്റഗ്രേറ്റഡ് ആണ്, അല്ലെ? ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എല്ലാ സിസ്റ്റത്തിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ ഇവിടെ കോവിഡ് വന്നു, അതൊരു ഉദാഹരണമായിട്ട് എടുക്കാം. എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് COVID-19 വന്നു. ഈ സമയത്ത് എക്കണോമിക് സിസ്റ്റം എഫക്റ്റഡ് ആയില്ലേ? എന്താണ് എക്കണോമിക് സിസ്റ്റത്തിന് സംഭവിച്ചത്? പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി, അല്ലെ? പ്രൊഡക്ഷൻ ബിക്കെയിം ഡിഫിക്കൾട്ട്. ഈ ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്തു? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലേ? എന്ത് മാറ്റാണ് വരുത്തിയ? പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? എന്താ പറ്റിയത്? നമ്മൾ കോവിഡ് വന്നു, എക്കണോമിക് സിസ്റ്റം മൊത്തത്തിൽ തീരുമാനമായി. അപ്പൊ പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്തില്ലേ? എന്ത് മാറ്റം കൊണ്ടുവന്നു? കോവിഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്കണോമിക് പോളിസീസ് കൊണ്ടുവന്നു. ആത്മനിർഭർ ഭാരത് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പാക്കേജസ് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്? ഈ ഒരു കോവിഡ് ടൈംസിൽ നമ്മളുടെ സിസ്റ്റത്തിനെ സ്റ്റേബിളായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനല്ലേ കൊണ്ടുവന്നത്, അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ റിലീജിയൻ വരുത്തി. എങ്ങനെയാ റിലീജിയൻ മാറ്റങ്ങൾ വരുത്തിയത്? ഓഫ്ലൈൻ ആയിട്ട് ആൾക്കാരെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ എന്ത് ചെയ്തില്ല? എടുത്തില്ല. അതിന് പകരം എല്ലാം ഓൺലൈനായി മാറിയില്ലേ? റിലീജിയസ് ഫംഗ്ഷൻസും റിലീജിയസ് ഡ്യൂട്ടീസും റിലീജിയസ് ആയിട്ടുള്ള സെർമൺസും എല്ലാം എന്തായി മാറി? ഓൺലൈനായി മാറി. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനനുസരിച്ച് മാറിയില്ലേ? എഡ്യൂക്കേഷൻ മൊത്തത്തിൽ ഓൺലൈനായി മാറി. ഇങ്ങനെ എല്ലാ സിസ്റ്റംസും സബ് സിസ്റ്റംസും ഈ ഒരു മാറ്റത്തിനനുസരിച്ച് മാറിയത് കൊണ്ടല്ലേ നമ്മളെ സമൂഹത്തിൽ COVID-19 വന്നപ്പോഴും ഒരു സ്റ്റെബിലിറ്റിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയത്. സപ്പോസ് എഡ്യൂക്കേഷൻ സിസ്റ്റം വാശി പിടിക്കാനില്ല, നമ്മൾ മാറില്ല, എന്ത് സംഭവിക്കും? സിസ്റ്റത്തിൽ തകരാറ് വരില്ലേ? എഡ്യൂക്കേഷൻ മൊത്തത്തിൽ ബ്ലോക്ക് ആവില്ലേ? എഡ്യൂക്കേഷൻ നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരില്ലേ, അല്ലെ? അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാനില്ല, നമ്മൾ ഓഫ്ലൈൻ ഇല്ല ഓൺലൈൻ തന്നെയാണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. എല്ലാവരും ഇങ്ങനെയുള്ള റിലീജിയസ് ഫംഗ്ഷൻസിന് പോയി കഴിഞ്ഞാൽ കോവിഡിന്റെ സ്പ്രെഡ് കൂടില്ലേ? അപ്പം നമ്മളെ സമൂഹം ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവിധ പ്രോസസ് ആയിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ ഇതൊക്കെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയി നടക്കുന്നത് കൊണ്ടും മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സൊസൈറ്റിക്ക് എന്താണ് നല്ലതാണെന്നുള്ള വ്യൂ പോയിന്റ് ആണ് അവർക്കുള്ളത്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് അവർ ക്രൈമിനെയും നല്ലതാണെന്ന് പറയുന്നത്. കാരണം ക്രൈമും ഈ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അതുണ്ടായാൽ മാത്രമേ സൊസൈറ്റിക്ക് എന്തുണ്ടാവുള്ളൂ? മുന്നോട്ടേക്ക് പോകുമ്പം സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഐഡിയ മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഒരു ആംഗിളിനെ കുറിച്ച് നമുക്ക് പിന്നീട് വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. താൽക്കാലികമായി നമുക്ക് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് എന്ത് ചെയ്യാം? ഓൺ ഫാമിലിയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. സോ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, വെൻ ഇറ്റ് കംസ് ടു ഫങ്ഷണൽ അനാലിസിസ്, നമ്മളൊരു ഫങ്ഷണൽ പെർസ്പെക്റ്റീവിലൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുമ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻ എന്നുള്ളതാണ്. എന്താണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്? ഓക്കെ. രണ്ടാമത് നമ്മൾ നോക്കുന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സൊസൈറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് എങ്ങനെയാണ് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മീനിങ് ഇവിടുത്തെ ഫാമിലി സിസ്റ്റവും പൊളിറ്റിക്കൽ സിസ്റ്റവും റിലീജിയനും എല്ലാം കൂടി ഒരുമിച്ച് പോയാലല്ലേ സിസ്റ്റം ബെറ്റർ ആവുള്ളൂ. അപ്പം ഫാമിലിയുടെ ഫങ്ഷൻസും ഫാമിലിയുടെ എക്സിസ്റ്റൻസും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സഹായകരമാവണ്ടേ? അതുമായിട്ട് കോർഡിനേറ്റഡ് ആവണ്ടേ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ആ ഒരു ആംഗിളിലുള്ള ഒരു അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും? ഫങ്ഷണലിസ്റ്റ് അനാലിസിസിൽ നടത്തും. ആൻഡ് ഫൈനലി
ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് നമ്മൾ സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കിയാൽ പോരാ, അവിടെ നമ്മൾ എന്തുകൂടി നോക്കണം, ഇൻഡിവിജ്വൽസിന് എത്രത്തോളം ഇത് ഫങ്ഷണൽ ആണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം സൊസൈറ്റിക്ക് എത്രത്തോളം ഫങ്ഷണൽ ആണ്, ഇൻഡിവിജ്വൽസിന് അതിനെ കൊണ്ടുള്ള ഗുണം എന്താണ്, മൂന്നാമത്തെ കാര്യം എന്താണ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് ഇത് പോകുന്നുണ്ടോ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇതെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കണം. ഇനി ഈ രണ്ടാമത്തെ പോയിന്റിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പറയാം. ഇപ്പം നമ്മൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫാമിലി സിസ്റ്റം എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ ജോയിന്റ് ഫാമിലി അല്ലെ. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രൊമിനന്റ് ടൈപ്പ് ഓഫ് ഫാമിലി സിസ്റ്റം ഏതാണ്, ന്യൂക്ലിയർ ഫാമിലി. എന്തുകൊണ്ടാണ് ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ആ മാറ്റം വന്നത്, എന്തുകൊണ്ട് അങ്ങനെ നടന്നു? അത് മനസ്സിലാക്കുമ്പം ഈ സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്നതും, ഇതിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സൊസൈറ്റിയിലെ മൊത്തത്തിലുള്ള ചേഞ്ചസിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി ഓർ ജോയിന്റ് ഫാമിലി, ഓക്കെ, ഇത് ഇൻഡസ്ട്രിയലൈസേഷന് മുന്നാണോ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണോ സംഭവിച്ചത്? എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഇതും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ശരിക്കും പറയപ്പെടുന്ന അങ്ങനെയാണ്, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ന്യൂക്ലിയർ ഫാമിലി വളരെയധികം പ്രോമിനന്റ് ആയത്. എന്തായിരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ ഇതും തമ്മിലുള്ള ബന്ധം? എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ? അതൊക്കെ ചോദിക്കണമല്ലോ. എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ? സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ? ഫാക്ടറിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് നമ്മൾ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഹോം ബേസ്ഡ് ആണ്, റൈറ്റ്. അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, അക്കാലത്ത് ഉണ്ടായിരുന്ന പലതും എങ്ങനെയാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹോം ബേസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ്, വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പ്രൊഡക്ഷൻ. പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പം എന്താണ് അവിടെ പറ്റിയത്? എന്താണ് മാറ്റം വന്നത്? വീട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാറി നമ്മൾ എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി? ഫാക്ടറീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി വീട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫാക്ടറീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വേറെ വ്യത്യാസം എന്താണ്? വീട്ടിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം കുറച്ച് ക്വാണ്ടിറ്റി അല്ലെ, ഹാൻഡ് മെയ്ഡ് ആണ്, ഒരുപാട് മെഷീൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഫാക്ടറിയിലേക്ക് പോകുമ്പോഴോ മാസ് പ്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തത്, ഒരുപാടധികം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പം ഹോം ബേസ്ഡ് പ്രൊഡക്ഷനിൽ നിന്ന് മാസ് ആയിട്ട് ഫാക്ടറി ബേസ്ഡ്, മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ആയതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ. ക്ലിയർ? ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനും ചേഞ്ചസ് ഇൻ ഫാമിലിയും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഈ സോഷ്യോളജിയിൽ ഏറ്റവും ഭീകരമായ ഒരു ഇൻഫ്ലുവൻസ് നടത്തുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഏറ്റവും ഭീകരമായ ഒരു ഇൻഫ്ലുവൻസ് നടത്തിയ ഒരു ഇവന്റ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോഷ്യോളജിയിൽ നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് ഈ ട്രഡീഷണൽ സൊസൈറ്റി എന്നറിയോ? ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ഉള്ള സൊസൈറ്റിനെയാണ് നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റി എന്നും, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോഡേൺ സൊസൈറ്റി എന്നും വിളിക്കുന്നു. മീനിങ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് മാർക്കാണ്. അതിന് മുന്നും അതിന് ശേഷവും എന്നുള്ള രീതിയിലാണ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആണെങ്കിലും അനാലിസിസ് ആണെങ്കിലും എല്ലാം നടക്കുന്നത്. ഈ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഫാമിലിയുടെ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അതാകുമ്പോഴേ നിങ്ങൾക്ക് കുറേ കൂടി കണക്ഷൻ കിട്ടുള്ളൂ. ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ഉള്ള നമ്മളുടെ സൊസൈറ്റി, അതിന്റെ ഒരു നേച്ചർ ഞാൻ പറയാം. എങ്ങനെയായിരുന്നെന്നറിയോ? ഒന്ന്, പ്രൊഡക്ഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോം ബേസ്ഡ് പ്രൊഡക്ഷൻ ആണ്, വളരെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, മെഷീൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. റിലീജിയൻ എങ്ങനെയായിരിക്കും, എങ്ങനെയാ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവോ? ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് റിലീജിയന്റെ റോൾ സമൂഹത്തിൽ. ഓക്കെ, ഇത് ഞാൻ മൊത്തത്തിൽ ഞാൻ തന്നെ പറയാം. അതായത് ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ നമ്മളെ സമൂഹത്തിൽ റിലീജിയൻ ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഹെഡ്സിന് അത്രയധികം അതോറിറ്റി എവിടെ ഉണ്ടായിരുന്നു? സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ലൈഫിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു റിലീജിയൻ. നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ റിലീജിയന്റെ റോൾ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ റിലീജിയന്റെ റോൾ ഉണ്ടായിരുന്നു,
ഫാമിലിയിൽ റിലീജിയന് റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ റിലീജിയന്റെ റോള് സമൂഹത്തിൽ എല്ലാ ഭാഗത്തും ഒത്തിരി അധികം അതോറിറ്റേറ്റീവായി നിലനിന്ന ഒരു കാലമാണ് ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ഉള്ള പീരിയഡ്. ഓക്കെ, ഈ ചേർച്ച് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്. ആർക്കും ചേർച്ചിനെ എതിർക്കാൻ പറ്റില്ല. ചേർച്ച് പറയുന്ന എന്തെങ്കിലും കാര്യത്തെ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ കൊല്ലുക, അല്ലെ? പണ്ട് നിങ്ങൾ ഗലീലിയോന്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടാവില്ലേ, അല്ലെ? ഗലീലിയോ എന്താ പറഞ്ഞത്? അതായത് ജനറൽ ബിലീഫ് എന്തായിരുന്നു? സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഗലീലിയോ എന്ത് പറഞ്ഞു? അങ്ങനെയല്ല, ഭൂമി എന്ത് ചെയ്യാണ്? സൂര്യന് ചുറ്റും കറങ്ങുകയാണെന്ന് പറഞ്ഞു. അത് ആ റിലീജിയസ് തോട്ടിനും റിലീജിയസ് ആയിട്ടുള്ള ഐഡിയക്കും എതിരെ ആയതുകൊണ്ട് തന്നെ പുള്ളിനെ എന്ത് ചെയ്തു? കൊന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ റിലീജിയൻ അത്രമാത്രം ഇൻഫ്ലുവൻസ് അല്ലേ? ഇന്നിപ്പോ റിലീജിയൻ പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പോലെ പരസ്യമായി കൊല്ലുവോ? അത് ഇല്ല. അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്ന് വരാം. പക്ഷെ റിലീജിയൻ ആസച്ച് എന്തില്ല, അതിനൊരു അതോറിറ്റിയോ അല്ലെങ്കിൽ അതിനൊരു ഓർഡറോ ഇല്ലല്ലോ, റൈറ്റ്? ഇനി അതല്ലാതെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്നത്തെ പോലെ ഡെമോക്രസി ആയിരുന്നോ? പിന്നെന്തായിരുന്നു? മൊണാർക്കിക്കൽ, അല്ലെ? മൊണാർക്കി എന്ന് പറയും, റൈറ്റ്? അപ്പൊ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മൊണാർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. ഇനി ഫാമിലി എന്ന് പറയുമ്പോഴോ ജോയിന്റ് ഫാമിലിയാണ് ഉണ്ടായത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പം അല്ലെങ്കിൽ സംഭവിച്ചപ്പം ഈ എല്ലാ കാര്യങ്ങളും മാറി, അല്ലെ? എങ്ങനെയാ മാറുന്നതെന്നുള്ളത് പറയാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കൂടെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് വന്നല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് മെഷീൻസും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വളർന്നു, അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ ഒക്കെ പോസിബിൾ ആവുന്നത്. ഈ സയൻസ് വളരുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ സമൂഹത്തിൽ സയൻസ് വളർന്നുകൊണ്ടിരിക്കുമ്പം അതിന്റെ ഭാഗമായി എന്ത് സംഭവിക്കും? റാഷണാലിറ്റി കൂടും. എന്താണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്? യുക്തി, അല്ലെ? നമ്മളെല്ലാ കാര്യങ്ങളെയും വെറുതെ ഉള്ള സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് വെച്ചിട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ അനുസരിക്കുന്നതിന് പകരം, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ യുക്തിയും കൂടി വെച്ചിട്ട് അതിനെ ആലോചിക്കും. നമ്മളുടേതായ സയന്റിഫിക് നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും റാഷണലായി ചിന്തിക്കുമ്പം ഇതിനെ കൊണ്ട് റിലീജിയൻ എന്ത് പറ്റും? റിലീജിയൻ പറയുന്ന സൂപ്പർസ്റ്റിഷ്യൻസ് എല്ലാം തന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങില്ലേ? റിലീജിയന്റെ നിലനിൽപ്പ് തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? അപ്പൊ അതുവരെ റിലീജിയന് കിട്ടിയ അതോറിറ്റീനെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? മെല്ലെ മെല്ലെ ഡിസഗ്രി ചെയ്ത് തുടങ്ങുകയാണ്. ആൾക്കാർ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ എത്തുന്നു. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പം അതുവരെ അതോറിറ്റേറ്റീവായി നിന്ന റിലീജിയൻ എന്തായി? അതോറിറ്റേറ്റീവ് അല്ലാതെയായി മാറി. റിലീജിയന്റെ ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ കുറയാൻ തുടങ്ങി. കാരണം ആരും റിലീജിയൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടല്ല അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. മറിച്ച് അവരെന്ത് ചെയ്യാണ്? അവരുടേതായ റാഷണാലിറ്റിയും നോളജും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡേ ടു ഡേ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. സിമിലർലി റിലീജിയന്റെ കൂടെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും മാറ്റം വന്നില്ലേ? നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ കേട്ടിട്ടില്ലേ? ഈ ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഏതാണ്ട് സിമിലർ ടൈം പീരിയഡിലാണ് നടക്കുന്നത്. എന്താണ് ഫ്രഞ്ച് റവല്യൂഷനിൽ സംഭവിച്ചത്? അതുവരെ ഉണ്ടായിരുന്ന ഫ്രാൻസിൽ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് സിസ്റ്റവും അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന മൊത്തത്തിലുള്ള എസ്റ്റേറ്റ് സിസ്റ്റം മാറി അവിടെ എന്ത് വന്നു? ഡെമോക്രസി വന്നു തുടങ്ങി, അല്ലെ? അപ്പൊ നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്ത് മാറ്റം വന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ അതേ ടൈമില് അവിടെയും ആൾക്കാർ ഈ യുക്തിയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ എന്തിനാണ് ഈ രാജാവിനെ അംഗീകരിക്കേണ്ട ആവശ്യം? നമ്മൾക്കും റൈറ്റ്സ് ഇല്ലേ, അല്ലെ? ഇതിന്റെ ടൈമിൽ തന്നെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോണ്ടസ്കോ, റൂസോ, ഇവരൊക്കെ എന്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി? ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രീഡം. അപ്പൊ ഇതൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അതുവഴി ആൾക്കാർ എന്ത് ചെയ്തു? ആ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ മാറ്റി അവിടെ ഡെമോക്രസി കൊണ്ടുവന്നു. ക്ലിയർ? അപ്പം പൊളിറ്റിക്കൽ സിസ്റ്റം മാറി, പിന്നെന്ത് മാറി? റിലീജിയന്റെ ഇൻഫ്ലുവൻസ് മാറി, എക്കണോമിക് സിസ്റ്റവും മാറി. എക്കണോമിക് സിസ്റ്റം ഹോം ബേസ്ഡ് പ്രൊഡക്ഷനിൽ നിന്ന് ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷനിലേക്ക് പോയി. ഈ ഒരു മാറ്റം, വേർ പ്രൊഡക്ഷൻ സിസ്റ്റം ഹോം ബേസ്ഡിൽ നിന്ന് ഫാക്ടറി ബേസ്ഡിലേക്ക് പോയത് ഒരു വലിയ തോതിൽ ഫാമിലീസിന് എന്ത് ചെയ്തിട്ടുണ്ട്? മാറാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഹോം ബേസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നിന്ന് ഫാക്ടറി ബേസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഏർബനൈസേഷൻ ഉണ്ടാവില്ലേ, അല്ലെ? ഒരു ഫാക്ടറിയിലേക്ക് ആൾക്കാർ പോവാണ്. അപ്പൊ ഈ ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്തായി മാറും? ഏർബൻ സെന്റേഴ്സ് ആയി മാറും, അല്ലെ?
ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നേന്ന്? മൈഗ്രേഷൻ അല്ലേ? നമ്മൾ ഹോം ബേസ്ഡ് ആയി പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൂട്ടുകുടുംബമായിട്ട് നമുക്ക് താമസിക്കാം, കുഴപ്പമില്ല, നല്ലതുമാണ്. കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പം കുറേ കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നൗ ആ ഒരു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ മാറി നമ്മളുടെ പ്രൊഡക്ഷൻ എവിടെ വെച്ചിട്ടാണ്? ഏർബൻ സെന്റേഴ്സിൽ വെച്ചിട്ടാണ്, ഫാക്ടറിയിൽ വെച്ചിട്ടാണ്. അപ്പം എനിക്കുള്ള സ്കിൽസ് ആയിരിക്കണം എന്നില്ല എന്റെ വീട്ടിലുള്ള എന്റെ സിബ്ലിങ്സിന് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ എന്റെ സ്കില്ലിന് കണക്കായ ഫാക്ടറീസിൽ പോയാലല്ലേ എനിക്ക് ജോബ് കിട്ടുള്ളൂ. അങ്ങനെ പോകുമ്പം അതേ സ്ഥലത്തായിരിക്കണം എന്നില്ല എന്റെ കൂടെയുള്ള എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നത്? ജോബ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു കൂട്ടുകുടുംബമായിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ, അല്ലേ? അപ്പൊ അതൊരു റീസൺ ആയിട്ട് ഉണ്ടാവില്ലേ? അപ്പൊ കൂട്ടുകുടുംബമായി താമസിക്കുന്നിടത്തുനിന്ന് ആസ് നമ്മൾക്ക് ഓരോ ആൾക്കും പല സിറ്റീസിൽ ജോബ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ആയി ഒരു ന്യൂക്ലിയർ ഫാമിലിയായി എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? ഇനി സപ്പോസ് നമുക്ക് എല്ലാവർക്കും ഒരു സിറ്റിയിൽ തന്നെ ജോബ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇത്രയും വലിയ ഫാമിലി ആയിട്ട് സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ്, അല്ലേ? അപ്പം ഒത്തിരി വലിയ സ്പേസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദാറ്റ് മൈഗ്രേഷൻ ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ത് ചെയ്തു? ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി. ഇത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് സിസ്റ്റം ഹാസ് ലെഡ് ടു ചേഞ്ചസ് ഇൻ ഫാമിലി എന്ന് പറഞ്ഞൂടെ? ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മറ്റ് സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതും ഫാമിലിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അത് മാറുന്നതിനനുസരിച്ച് ഫാമിലിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ എക്കണോമിക് സിസ്റ്റത്തിൽ മാറ്റം വന്നു, അതിനനുസരിച്ച് എവിടെ മാറ്റം വന്നിട്ടുണ്ട്? ഫാമിലിയിൽ മാറ്റം വന്നു. ഇതേപോലെയല്ലേ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നിങ്ങൾ ഒരു പരിധി വരെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് ഫാമിലിയിലോ എക്കണോമിക് സിസ്റ്റത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ലല്ലോ. വേറെന്ത് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഇന്നത്തെ കാലത്ത് ഇതേപോലെ ഒരു സ്ഥലത്ത് വരുന്ന മാറ്റം മറ്റു പല കാര്യങ്ങളെയും ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച്, അത് ഫാമിലി ആയിക്കോട്ടെ റിലീജിയൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള മാറ്റം വേറെ സ്ഥലത്ത് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു? കുറെ ടൈം എടുക്കുമോ? ഇങ്ങനെ പറയാം. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് പർച്ചേസിങ്, ഓക്കെ, അതിനെ കൊണ്ട് എന്ത് മാറ്റങ്ങളാണ് വന്നത്? പറ. ഇ കൊമേഴ്സിലെ മാറ്റങ്ങൾ എങ്ങനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ആ ആ ഓക്കെ ഓക്കെ. അതായത് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ എക്കണോമിക് സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവന്നു, അങ്ങനെ നമുക്ക് പറയാലോ. ടെക്നോളജിയിൽ വന്ന മാറ്റം എന്താണ്? ഇന്റർനെറ്റും ഇതേപോലുള്ള ആപ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നപ്പോഴത്തേക്ക് ദ വേ വി പർച്ചേസ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതി എന്ത് ചെയ്തു? മാറി. എങ്ങനെയാ മാറിയത്? നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളിപ്പോ എന്താ പ്രിഫർ ചെയ്യുന്നത്? ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതല്ലാതെ കൾച്ചറലായിട്ട് എന്ത് പറയാം? ആ ആ ആ വേറൊരു സ്ഥലത്തേക്ക് ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ഓക്കെ, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായ മാറ്റം വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നു എന്ന് പറയണമെങ്കിൽ അതിനെ ഒന്നും കൂടി കണക്ട് ചെയ്യണ്ടേ നമ്മള്? എങ്ങനെ കണക്ട് ചെയ്യും? ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഇത് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ പറയാം. ഇന്ന് നമ്മളെ ലോകത്ത് മൊത്തം ഒരു ഗ്ലോബലൈസേഷന്റെ എഫക്റ്റ് ഇല്ലേ? എന്താണ് ഗ്ലോബലൈസേഷൻ? വേൾഡ് മൊത്തം ബൗണ്ടറീസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു. ഒരു സ്ഥലത്തുള്ള പ്രൊഡക്ട്സ് എല്ലാ ഭാഗത്തും എത്തുന്നു. അതേപോലെ ഓരോ സ്ഥലത്തുള്ള ഐഡിയാസും ഈ വേൾഡിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബലൈസേഷൻ.
ഈ ഗ്ലോബലൈസേഷൻ കാരണം അതൊരു മാറ്റമല്ലേ, അല്ലെ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇതുവരെ ജീവിച്ചു വരുന്ന രീതിയിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. ഈ ഗ്ലോബലൈസേഷൻ കാരണം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഫാമിലിയിൽ തന്നെ നിങ്ങൾ ആലോചിക്കാം. നമ്മളിപ്പം ഇഗാലിറ്റേറിയൻ ഫാമിലീസ് എന്ന് പറയും, മീനിങ് ഹസ്ബൻഡും വൈഫും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാമിലീസ്, അതിനെയാണ് ഇഗാലിറ്റേറിയൻ ഓർ ഈക്വൽ ഫാമിലീസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ നാട്ടിൽ ഇപ്പം കുറേം കൂടി സംഭവിക്കുന്നു. അങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണ്? ഗ്ലോബലൈസേഷൻ അല്ലേ? അപ്പം ഈ വേൾഡ് ലെവലിൽ ഉള്ള ഐഡിയാസ് നമ്മളെ നാട്ടിലേക്ക് എത്തുകയും അതിനനുസരിച്ച് നമ്മളെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുന്നില്ലേ? അതുകൊണ്ടല്ലേ പുതിയ ഫോംസ് ഓഫ് ഫാമിലീസ് വരുന്നത്, അല്ലേ? അപ്പം മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, അതിനെ കൊണ്ടുള്ള ഇമ്പാക്ട് ഈ സമൂഹത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്താവാണ്? സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് ഓൺ ഫാമിലി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊന്നിനെ ബാധിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫാമിലിയിലുള്ള മാറ്റങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റുന്നുണ്ടോ? ഫാമിലി എന്ന് പറയുന്നതിന് വരുന്ന മാറ്റങ്ങൾ വേറെ സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കുന്നുണ്ടോ? പാരന്റിങ്, കിഡ്സ് കെയർ ഒക്കെ ഓക്കെ. അതായത് ഫാമിലിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയിൽ വരുന്നു. ഓക്കെ, പറയാം അല്ലേ? ഫാമിലിയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതെ, അതായത് ഇപ്പം ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വൽ ആയി രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് പാർട്ടിസിപ്പേഷൻ നടത്തുന്നു, മീനിങ് ജോബിന് പോകുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടികളെ നോക്കാൻ വേണ്ടി പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നില്ലേ സൊസൈറ്റിയിൽ? ഡേ കെയർ ഫെസിലിറ്റീസ് വന്നു. നൗ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ ജോലിക്കായി പോകുന്നു. അപ്പം വീട്ടിലുള്ള പ്രായമുള്ളവരെ നോക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ വന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓൾഡ് ഏജ് ഹോംസ്, ഇല്ലേ? അപ്പം സൊസൈറ്റിയിൽ പല മാറ്റങ്ങൾ വരുമ്പം അതിനനുസരിച്ച് സമൂഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കണ്ടുപിടിക്കുകയും അത് ഈ പറയുന്ന ഫങ്ഷൻസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പണ്ട് ഈ പറഞ്ഞതുപോലെ ഫാമിലി ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻ ആയിരുന്നു ചെറിയ കുട്ടികളെ നോക്കുക എന്നുള്ളത്, മുതിർന്ന ആൾക്കാരെ അവരെയും ഹെൽത്ത് വൈസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അത് രണ്ടും ഇന്നും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് സൊസൈറ്റി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ, അല്ലെ? എവല്യൂഷൻ തിയറിയിൽ എന്താ പറയുന്നത്? നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? ആ അഡാപ്റ്റേഷന്റെ ഭാഗമായി നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നല്ലേ പറയുന്നത്. നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ലോങ് ഇയേഴ്സ് ടു ആക്ച്വലി ഫൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ചേഞ്ച്. പക്ഷേ നമ്മളെ ശരീരം നമ്മളുടെ എൻവയൺമെന്റ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്, ഇല്ലേ? അതേപോലെ തന്നെയാണ് എന്തും നമ്മളുടെ സൊസൈറ്റിയും. ഈ വരുന്ന മാറ്റങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് അതിനെ മുന്നോട്ടേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്? ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടും ഇനി അധികം ആവശ്യമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനങ്ങ് പുറത്താക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇനി മുന്നോട്ടേക്ക് പോകുമ്പം ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം തന്നെ എന്താണ്? സംശയമാണ്. ബിക്കോസ് ഫാമിലിയുടെ റെലവൻസ് കുറഞ്ഞു ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഐറ്റമായി മാറിയാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? മെല്ലെ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ട് തഴയും. ക്ലിയർ ആണോ? സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായോ? എല്ലാം തമ്മിൽ കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചാലും പൊളിറ്റിക്കൽ ചേഞ്ചസ് സംഭവിച്ചാലും അതിന്റെ ഒക്കെ റിസൾട്ട് എവിടെ നമുക്ക് കാണാൻ പറ്റും? ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും കാണാൻ പറ്റും. ക്ലിയർ? ഇനി നമുക്ക് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവാം. According to the functionalist perspective, okay, there are 4 important functions when it comes to that of family. 4 important functions. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്നും കൂടി ആ ഒരു പെർസ്പെക്റ്റീവിന്റെ ബേസിസിൽ പറയുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് 4 ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ ഈസ് ദ ബയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫാമിലി. എന്തായിരിക്കും ഈ ബയോളജിക്കൽ ഫങ്ഷൻ? റീപ്രൊഡക്ഷൻ ഫങ്ഷൻ. അതുകൂടാതെ പിന്നെന്ത് വരും?
സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനും റീപ്രൊഡക്ഷനും. ഓക്കെ, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് അറിയാലോ, നമ്മളുടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്താണ് ഫാമിലിയും സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം? സൊസൈറ്റി എന്തിനാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്? കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ, അല്ലെ? നമുക്ക് തോന്നിയ പോലെ സെക്ഷൽ റിലേഷൻസ് സൊസൈറ്റിയിൽ അനുവദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാടധികം കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റും വരാം. അതുകൊണ്ടാണ് സൊസൈറ്റി എന്ത് ചെയ്തിരിക്കുന്നത്? ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്തേക്ക് മാത്രം സെക്ഷൽ റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യുന്നു? ഒതുക്കുന്നു. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനും റീപ്രൊഡക്ഷനും. ക്ലിയർ? നൗ ഈ പറയുന്ന ഫംഗ്ഷൻ കാരണം ഇൻഡിവിജ്വൽസിനും ഗുണമുണ്ട്, സൊസൈറ്റിക്കും ഗുണമുണ്ട്, അല്ലെ? രണ്ടുപേർക്കും ഗുണമുണ്ടാവല്ലോ. എന്തായിരിക്കും ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലിനെ കൊണ്ട് ഇൻഡിവിജ്വലിനുള്ള ഗുണം എന്താണ്? ഒന്ന്, ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യാം. ഇനി റീപ്രൊഡക്ഷനെ കൊണ്ട് ഇൻഡിവിജ്വലിനുള്ള ഗുണം എന്താണ്? അവരുടെ ലിനിയേജിന് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലെ? അവർക്ക് നെക്സ്റ്റ് ഒരു ജനറേഷൻ ഉണ്ടാവുന്നു, അല്ലെ? അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബെനിഫിറ്റ് ആണ് ഇൻഡിവിജ്വൽസിന് ബയോളജിക്കൽ ഫംഗ്ഷൻ കാരണം ഉണ്ടാവുന്നത്. എന്നാൽ ഈ രണ്ട് ഫംഗ്ഷൻസ് ലൈക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ കാരണം സൊസൈറ്റിക്കുള്ള ഗുണം എന്താണ്? സൊസൈറ്റിക്ക് വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ആവും. അതല്ലാതെ അത് ഓക്കെ നമുക്ക് പറയാം, പക്ഷെ എന്നാലും മെയിൻ ആയിട്ടുള്ള അതെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് എന്താണ്? ഫാമിലിയിൽ ബയോളജിക്കൽ ഫംഗ്ഷൻസ് ലൈക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നടക്കുന്നതിനെ കൊണ്ട് സൊസൈറ്റിക്ക് ഗുണം, സൊസൈറ്റിക്ക് സ്റ്റെബിലിറ്റി കിട്ടും, അല്ലെ? കാരണം ഈ സെക്ഷൽ റിലേഷൻസ് എന്തായിരിക്കും? വളരെ ഓർഡർലി ആയിട്ടുള്ള മാനറിൽ നടക്കുന്നത് കാരണം സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുന്നു. അതല്ലേ സൊസൈറ്റിയുടെ ഗുണം. ക്ലിയർ ആണോ? റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലിനെ കൊണ്ട് സൊസൈറ്റിക്ക് എന്താ ഗുണം? സൊസൈറ്റിയിലെ മുന്നോട്ടേക്ക് കൂടുതൽ മെമ്പേഴ്സ് വേണ്ട ഒരു സൊസൈറ്റി വളരണമെങ്കിൽ ആ മെമ്പേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ മാരേജ് അല്ലേ, ത്രൂ ഫാമിലി അല്ലേ? അപ്പൊ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ടുള്ള സൊസൈറ്റിക്കുള്ള ഗുണം, സൊസൈറ്റിക്ക് വളരാൻ പറ്റും, സൊസൈറ്റി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുത്താലും അതിനെ കൊണ്ട് ഇൻഡിവിജ്വലിന് എന്താണ് ഗുണം, സൊസൈറ്റിക്ക് എന്താണ് ഗുണം? ഇൻഡിവിജ്വലിനുള്ള ഗുണം എന്താണ്? ബയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാം, അവർക്ക് ഒരു നെക്സ്റ്റ് ജനറേഷൻ കിട്ടുന്നു, അവരുടെ ലീനിയേജ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്നാൽ സൊസൈറ്റിക്കുള്ള ഗുണം എന്താണ്? വീണ്ടും ഓർഡറും സ്റ്റെബിലിറ്റിയും. അതേപോലെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഇനി അടുത്ത സോഷ്യൽ ഫംഗ്ഷൻ എന്തായിരിക്കും? സോഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു ടേം ഓർക്കുന്നുണ്ടോ? സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ? അതെ, നമ്മളെ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് വാല്യൂസ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യലൈസേഷൻ, അല്ലേ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് അത് തന്നെ നോക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് സോഷ്യലൈസേഷന്റെ? നിങ്ങൾ ആരും ഒന്ന് ചായ ഒന്നും കുടിച്ചില്ലേ? ക്ഷീണത്തിലാണോ എല്ലാരും? ഒരു ഉഷാറില്ലല്ലോ. നീ പറ്റിയോ? ഓക്കെ, നിങ്ങൾ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നോണ്ടാണോ? അല്ല, സീരിയസ് ആയിട്ട് എടുക്കണം, പക്ഷെ ഒത്തിരി ഓവറായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കുക. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ മസിലൊക്കെ പിടിച്ചായിരിക്കുന്നത്, എന്തെങ്കിലും സംഭവിക്കുന്നുള്ള രീതിയിൽ വളരെ ചില്ലായിട്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലാണെങ്കിലും ഈ ചാപ്റ്ററിലാണെങ്കിലും. നിങ്ങൾ അതിനുവേണ്ടി ഞാൻ പറയുന്നത് ടെക്നിക്കൽ അല്ലാതായി പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, വളരെ പുതിയതായിട്ടുള്ള സംഭവമൊന്നുമല്ലല്ലോ. മനസ്സിലായല്ലോ? അപ്പോ എന്തായിരിക്കും സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ കാരണം സമൂഹത്തിനുള്ള ഗുണം? ആ ആ ആ മനസ്സിലായി. അതായത് സൊസൈറ്റിയുടെ വാല്യൂസും സൊസൈറ്റിയുടെ നോംസും അടുത്ത ജനറേഷനിലേക്ക് ഫാമിലി പകർന്നു കൊടുക്കുമ്പോഴാണ് നാളെ ഈ കുട്ടികളൊക്കെ വളർന്ന് സമൂഹത്തിലേക്ക് വരുമ്പം അവർ ഈ സമൂഹത്തിന്റെ നോംസും വാല്യൂസും ഒക്കെ അനുസരിച്ച് ജീവിക്കുള്ളൂ, അല്ലേ?
അങ്ങനെ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി അവരിലേക്ക് ആരും പകർന്നു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവര് നാളെ വളർന്നു വരുമ്പം ഈ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് വാല്യൂസ് അനുസരിച്ച് ജീവിക്കണം എന്നില്ല. അങ്ങനെ അവർ ജീവിക്കാതിരുന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എന്തുണ്ടാവും? കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനും ഏറ്റവും ബെസ്റ്റ് സംഭവം ഈ NRIs ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ കുറെ കാലം വിദേശത്ത് താമസിച്ചു, മീനിങ് ജനിച്ചു വളർന്നതൊക്കെ ചിലപ്പോൾ അവിടെ ആയിരിക്കാം. അപ് ടു ഒരു 20-25 ഇയേഴ്സ് വരെ അവിടെ താമസിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് നാട്ടിലേക്ക് അവർ വരികയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ളവർക്ക് നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ വരുന്നത്? അവരെ ചിലപ്പോൾ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക്, ഇവിടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു നേച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടാവണമെന്നില്ല. ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, അതിൽ കുറച്ച് ചിലപ്പോൾ ചില റിസർവേഷൻസ് ഉണ്ടാവാം. അതേപോലെ ഈ കുട്ടികൾക്കും നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതെ, സോഷ്യലൈസേഷനിലുള്ള എന്താണ് ഡിഫറൻസസ് അല്ലേ? അവര് സോഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വേറൊരു സൊസൈറ്റിയിലുള്ള വാല്യൂസ് ആൻഡ് നോംസ് ആണ് അല്ലെ? അവർ കുറെ കാലം ജീവിച്ചത് ആ സൊസൈറ്റിയുടെ വാല്യൂസ് ആൻഡ് നോംസിലാണ്. അവർ നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം ഇവിടുത്തെ വാല്യൂസ് ആൻഡ് നോംസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ വാല്യൂസ് ആൻഡ് നോംസ് തമ്മിലുള്ള ഡിഫറൻസസ് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നുണ്ടോ? ഇല്ല. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. നൗ സപ്പോസ് ഫാമിലി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ഇവിടെ വളരുന്ന പല കുട്ടികൾക്കും ഈ പ്രശ്നം ഉണ്ടാവില്ലേ അല്ലെ? പ്രോപ്പറായിട്ട് സൊസൈറ്റിയുടെ നോംസ് ആൻഡ് വാല്യൂസ് പകർന്നു കൊടുക്കാത്തത് കാരണം, അത് കിട്ടാത്തത് കാരണം അവര് നാളെ വളരുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അത് കാരണം സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ക്ലിയർ ആണോ? അപ്പം ഇതാണ് സോഷ്യലൈസേഷൻ ഫങ്ഷൻ ഓഫ് ഫാമിലി കാരണം സമൂഹത്തിനുള്ള ഗുണം. ഇതിനെ കൊണ്ട് ഇൻഡിവിജ്വലിന് എന്താ ഗുണം? സൊസൈറ്റിയിൽ ഒറ്റപ്പെടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റി ആയിട്ട് അക്കസ്റ്റംഡ് ആവാൻ പറ്റും അല്ലെ? നമുക്ക് എന്താണ് റൂൾസ്, ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് യാതൊരു എന്തുണ്ടാവില്ല, സംശയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ലേ അല്ലെ? ഈ സമൂഹത്തിൽ വളർന്നങ്ങ് പോകാൻ പറ്റില്ലേ? ഇതാണ് ഇൻഡിവിജ്വലിനുള്ള ഗുണം. ഇനി അടുത്ത് നമുക്ക് സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി എടുക്കാം. എന്താണ് ഈ സൈക്കോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ? ഇമോഷണൽ സപ്പോർട്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടാവും? ഇമോഷണൽ സപ്പോർട്ട് അല്ലെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വിഷമിക്കുമ്പോൾ ഫാമിലി ചിലപ്പോൾ എന്ത് ചെയ്യാം? നമ്മളെ സപ്പോർട്ട് ചെയ്യാം അല്ലെ? അതേപോലെ തന്നെ നമുക്ക് വിഷമം വരുന്ന സമയം ഉണ്ടാവുമ്പം ഫാമിലി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വരുന്നു. ഇതൊക്കെ നമുക്കൊരു കോൺഫിഡൻസും ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും ക്രിയേറ്റ് ആവുന്ന കാര്യമല്ലേ? ഈ ഒരു സെൻസിൽ നമ്മൾ ചിന്തിക്കുക. ഇതുകൊണ്ട് ഇൻഡിവിജ്വലിന് എന്താണ് ഗുണം? ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമ്മൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും അല്ലെ? നമുക്ക് കൂടെ ആൾക്കാരുണ്ട് എന്നുള്ള ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതല്ലേ നമുക്കുള്ള ഗുണം. എന്നാ സമൂഹത്തിന് ഇതിനെ കൊണ്ട് എന്താ ഗുണം? അതെ, സമൂഹത്തിൽ ക്രൈംസ് കുറയാം. എങ്ങനെയാണ് സമൂഹത്തിൽ ക്രൈംസ് കുറയുന്നത്? അതായത് നമ്മൾ ആളുകളിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായാൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എവിടെ വരും? സമൂഹത്തിൽ വരില്ലേ അല്ലേ? ഇപ്പൊ എനിക്ക് കുറെ അധികം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇതൊന്നും എന്നെ ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഇത് നാളെ ഞാൻ പുറത്തേക്ക് ഇത് കാണിക്കാൻ പോകുന്നത് ചിലപ്പം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിലായിരിക്കാം. അത് ചിലപ്പം എക്സ്ട്രീംലി വയലന്റ് ആയിട്ടുള്ള രീതിയിലും ആയിരിക്കാം. ഇങ്ങനെ ഞാനൊരു എക്സ്ട്രീംലി വയലന്റ് ആയിട്ടുള്ള രീതിയിലാണ് എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നതെങ്കിൽ അത് സൊസൈറ്റിയിൽ കുറെ അധികം ക്രൈംസും ഇൻസ്റ്റെബിലിറ്റീസും ക്രിയേറ്റ് ആവില്ലേ? മനസ്സിലായോ? അപ്പം സൈക്കോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫാമിലി ഇൻഡിവിജ്വൽസിനും ഗുണമാണ്, സൊസൈറ്റിക്കും ഗുണമാണ്. ആൻഡ് ഫൈനലി എക്കണോമിക് ഫങ്ഷൻസ്. എന്താണ് എക്കണോമിക് ഫങ്ഷൻസ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും എക്കണോമിക് ഫങ്ഷൻ? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഫാമിലി നമുക്ക് എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് തരുന്നത്? ഡു വി സ്ട്രിക്ട്ലി നീഡ് ഫാമിലി ഫോർ സോഷ്യലൈസേഷൻ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി നീഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഫാമിലി ഇല്ലെങ്കിൽ പിന്നെ അത് ആര് ചെയ്യും? ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ്,
ഡു വി നീഡ് ഫാമിലി ഫോർ സോഷ്യലൈസേഷൻ? ഇഫ് നോട്ട് ഫാമിലി, പിന്നെ ആര് ചെയ്യും? സൊസൈറ്റിയിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. പക്ഷെ ഈ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം സൊസൈറ്റി മൊത്തം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? ആ, നമുക്കൊരു 2 വയസ്സ് 3 വയസ്സ് ഈ ഒരു ടൈമിൽ നമ്മളെ ഫാമിലി അല്ലാതെ നമുക്ക് സമൂഹത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന സോഷ്യലൈസേഷൻ നമ്മൾ പോത്തുപോലെ വളർന്നതിന് ശേഷം ഉള്ളതല്ല കേട്ടോ. ശരിക്കും ഈ സോഷ്യലൈസേഷൻ നടക്കുന്ന എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ 2 വയസ്സ് മുതൽ അങ്ങോട്ടാണ് ശരിക്കും സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. നമുക്ക് 2 സോഷ്യലൈസേഷൻ ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി എന്ന് പറയുന്നത് നമുക്കൊരു 2 വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് നടക്കുന്ന സോഷ്യലൈസേഷനും, രണ്ടാമത്തത് ഏതായിരിക്കും? സ്കൂളിൽ നിന്നുള്ള സോഷ്യലൈസേഷൻ. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു മനസ്സിലാവുന്നത്. അപ്പം ആ ഒരു പ്രായത്തിന്റെ കൺസേൺ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? ആ ആ ആ ആ ആ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് 2 രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്നൊരു ബ്രോഡർ ഡെഫിനിഷൻ ഉണ്ട്, രണ്ടാമത്തെ ഒരു നാരോ ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ നോക്കിയ ഒരു ഡെഫിനിഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ഒരു നാരോ ഡെഫിനിഷൻ ആണ്. വേർ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, കുട്ടികൾ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് ഫാമിലിനെ നമുക്ക് അങ്ങനെ ഒതുക്കേണ്ട ആവശ്യമില്ല. ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും എന്താവണമെന്നില്ല, ബ്ലഡ് റിലേഷൻ ആവണമെന്നില്ല, മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷൻ ആവണമെന്നില്ല. അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാൽ തന്നെ അതിനെ ഫാമിലിയായി കൺസിഡർ ചെയ്യാം എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു സെൻസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഫനേജസ് ആണെങ്കിലും ഹോസ്റ്റൽസ് ആണെങ്കിലും ഒക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഉള്ള ഒരു സോഷ്യലൈസേഷൻ ആസ്പെക്ടിന്റെ ഒരു ഇഷ്യൂ എന്താണ്? നമ്മളിപ്പം ഹോസ്റ്റൽസ്, ഓർഫനേജസ്, അവിടെ നല്ല സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നമുക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെന്നില്ല. പിന്നെ പോസിറ്റീവും കാണും, നെഗറ്റീവും കാണും. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വളരുമ്പോൾ ഒരു പ്രോബ്ലം എന്താണ് പറയപ്പെടുന്നത്? നമ്മൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വളരുമ്പം ഇമോഷണൽ കണക്ഷൻസ് എന്തുണ്ടാവണമെന്നില്ല, ഡെപ്തിൽ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസിൽ ഇപ്പം ഇസ്രായേലിൽ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിബുട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇസ്രായേലില്. ഓക്കെ, ഇത് ഫാമിലി വേണോ വേണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പലരും ഈ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കിബുട്സ്. ഈ കിബുട്സിന്റെ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. കിബുട്സ്, ഈ കിബുട്സ് എന്ന് പറയുന്ന ഒരു ലാർജർ സൊസൈറ്റി ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ആണ് ഇസ്രായേലിലെ. ഈ കമ്മ്യൂണിറ്റീസിലെ കുട്ടികളെ അച്ഛൻ്റെയും അമ്മേന്റെയും അടുത്ത് വിട്ടില്ല അവർ സോഷ്യലൈസേഷൻ നടത്തുന്നത്. മറിച്ച് ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഒരു കോമൺ ഡോർമെറ്ററി പോലുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. ആ ഫെസിലിറ്റിയിലാണ് ജനിച്ച തൊട്ടിട്ട് കുട്ടികളെ വളർത്തുക. എല്ലാവരുടെയും ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ കുട്ടികളെയും അവർ വളർത്താൻ പോകുന്നത് ഈ ഡോർമെറ്ററിയിലായിരിക്കും. അവർക്ക് ഒരു ദിവസം ഹാർഡ്ലി 1-2 മണിക്കൂർ അവരുടെ പേരൻസിന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഫുൾ ടൈം അവർ ഈ ഡോർമെറ്ററി സിസ്റ്റത്തിൽ അവിടെ വാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ ആശയത്തിന്റെ പിറകിലുള്ള ഐഡിയ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പേരൻസ് സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേര് നശിക്കുന്നു. പിള്ളേർക്ക് നല്ല രീതിയിലുള്ള സോഷ്യലൈസേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ സയന്റിഫിക് ആയി കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഓരോ പേരൻസിന്റെയും മൂഡ് അനുസരിച്ചിട്ടും അവരുടെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ചിട്ടും സോഷ്യലൈസേഷൻ മാറാലോ. അതല്ലേ നമ്മൾ ഗുഡ് പാരന്റിങ്, ബാഡ് പാരന്റിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനാണ് കിബുട്സിൽ എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ. അത് ആരാ നടത്തുന്നത്? ഇതിനെക്കുറിച്ച് വളരെയധികം വിവരവും ധാരണയൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ ഇവിടെയും പറയപ്പെടുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷനുമായിട്ടുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ജനറലി പറയപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ സോഷ്യലൈസേഷൻ ഒത്തിരി അധികം ഇഫക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണോ? ആ ഇമോഷണൽ ഡെപ്തും കണക്ഷന്റെ ആംഗിളിൽ.
ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഫാമിലി അല്ലാതെ സോഷ്യലൈസേഷൻ നടത്താൻ? കമ്മ്യൂണിറ്റി സിസ്റ്റം. ആ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഫംഗ്ഷൻ ചെയ്യും. പക്ഷെ കുട്ടികളെ നമ്മളെങ്ങനെ സോഷ്യലൈസ് ചെയ്യും? ഓക്കെ, നമുക്കിപ്പം എല്ലാവരും കൂടി കേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ കുട്ടി ആക്സസബിൾ ആയിരുന്ന ഒരു ഓർഗനൈസേഷണൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉണ്ടാവണ്ടേ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഫോസ്റ്റർ കെയറും ശരിക്കും സംഭവിക്കുന്ന എന്താണ്? വേറൊരു വീട്ടില് അങ്ങനെയല്ലേ ഫോസ്റ്റർ പേരൻസ്, ആ ഒരു കോൺസെപ്റ്റ് അല്ലേ ഉദ്ദേശിച്ചത്? അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഫാമിലി ഇല്ലാതിരിക്കുമ്പം നമ്മളെ വേറൊരു ഫാമിലിയിലേക്ക് വിട്ട് നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്നതല്ലേ. അവിടെയും സോഷ്യലൈസേഷൻ നടക്കുന്നത് ഫാമിലിന്റെ അകത്ത് തന്നെയാണല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും എന്താണെന്നറിയോ, ഞാൻ അധികം ഇതാക്കുന്നില്ല. ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല ഫങ്ഷൻസും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പൊ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഓൾ ടുഗെദർ ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാമിലി ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? കല്യാണം കഴിക്കാത്ത കരൺ ജോഹറിന് കുട്ടികളുണ്ട്, ഇല്ലേ? അത് നിങ്ങൾക്കറിയായിരിക്കും. എങ്ങനെയാണ് കുട്ടികളാവുന്നത്? സർഗസി വഴിയാണ്. ഇപ്പൊ ഫാമിലിന്റെ ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. ഇപ്പൊ സർഗസി വഴി നമുക്ക് കുട്ടികളാവാം. അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഫാമിലി. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് ഫാമിലിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നുള്ള ഫംഗ്ഷൻ എന്താണ്? എക്കണോമിക് സപ്പോർട്ട് ഓർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫാമിലിയുടെ ആവശ്യമുണ്ട്. നമുക്ക് 100% പറയാൻ പറ്റുമോ? ഇപ്പൊ വെൽഫെയർ ഗവൺമെന്റ് ഉണ്ട്. ഈ വെൽഫെയർ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് പല ആനുകൂല്യങ്ങളും നമുക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം, അല്ലേ? അപ്പൊ ആ ഫംഗ്ഷനും തീർന്നു. സൈക്കോളജിക്കൽ ഫങ്ഷൻസ്, അത് പിന്നെയും നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇഫക്റ്റീവ്ലി നടക്കുന്നത്. എന്നാലും അതിന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ വളരുമ്പം മേ ബി നമുക്ക് സൈക്കോളജിക്കൽ ആസ്പെക്ട് ഒക്കെ ചിലപ്പോൾ ബെറ്റർ ആവാം. ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫാമിലി ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു കൊടക്കീഴിൽ ചെയ്യുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി നമ്മൾ എടുത്തിട്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഫാമിലിക്ക് എന്തില്ല? ഓൾട്ടർനേറ്റീവ് ഇല്ല. അതിന് മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമ്മളെ ഡിസ്കഷന്റെ ഏറ്റവും അവസാനം നമ്മൾ പറയാൻ പോകുന്നത്, ഇവൻ തോ ഫാമിലിയുടെ പല ഫങ്ഷൻസും ഇന്ന് പലരും ചെയ്യുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ചെയ്യുന്ന ഒരു സിംഗിൾ അംബ്രല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ആര് മാത്രമേ ഉള്ളൂ? ഫാമിലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പഴയ ആ ആ ആ ഓക്കെ. പക്ഷെ ഈ ഗുരുകുൽ സിസ്റ്റത്തിനകത്ത് പ്രൈമറി സോഷ്യലൈസേഷന് ശേഷമാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. മനസ്സിലായോ? ജനിച്ച മുതലേ അല്ലല്ലോ. മനസ്സിലായോ? അപ്പം ഒരു പ്രൈമറി സോഷ്യലൈസേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് സ്കൂളിൽ നടക്കുന്ന സോഷ്യലൈസേഷൻ ഇല്ലേ, അതിന്റെ ഒരു വേറെ വേർഷൻ അല്ലേ ഗുരുകുലം സിസ്റ്റത്തിൽ അവിടെ അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ബോർഡിംഗ് സ്കൂൾസ്. അതെ, ബോർഡിംഗ് സ്കൂൾ പോലുള്ള ഒരു സെറ്റപ്പാണ്. ആ കെയർ കിട്ടണം. അതെ, അതുണ്ട്. ഉണ്ട്. ബേസിക്കലി ഫാമിലി ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ആണെങ്കിലും ഫാമിലിയുടെ മറ്റു ഫങ്ഷൻസ് ആണെങ്കിലും നമ്മൾ പ്രധാനമായും പറയുന്ന ആ ഒരു കെയറിന്റെ ആംഗിൾ തന്നെയാണ്. ആ ഒരു കെയർ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ നിന്ന് അതേ രീതിയിൽ എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. ആ ഒരു ഡിഫറൻസ് എന്തുണ്ടാവും? സോഷ്യലൈസേഷനിൽ ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ച് ഫാമിലി ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഇൻഡിവിജ്വൽ കെയറോ ഇൻഡിവിജ്വൽ അറ്റൻഷനോ എല്ലാ ഫാമിലീസും അവരുടെ ചിൽഡ്രന് കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇപ്പോഴും എന്താണ് റെലവെന്റ് ആണ്. ഫൈനലി ഇക്കണോമിക് ഫംഗ്ഷൻ എന്താണ് ഫാമിലിയുടെ? ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാർജർ കുറെ കാര്യങ്ങൾ ഫാമിലിനെ കുറിച്ച് പറയാനുണ്ട്. ഈ എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് നമ്മൾ ജനറലി പറയുന്നത് രണ്ട് രീതിയിലാണ്. പണ്ട് കാലങ്ങളിൽ ഫാമിലി എന്തായിരുന്നു? ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫംഗ്ഷൻ അല്ലേ? അപ്പൊ പണ്ട് കാലങ്ങളിൽ ഫാമിലി വാസ് കൺസിഡേർഡ് ആസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ which is an important function of family. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫാമിലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? വളരെ കുറവാണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ ഫാമിലിയുടെ അകത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറിച്ച് പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്ന എവിടെയാണ്? ഔട്ട്സൈഡ് ആർ ഹോം, ഫാക്ടറീസിലും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അങ്ങനെ വന്നപ്പം ഫാമിലി ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഇന്ന് ഫാമിലി എന്തായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് പറയാൻ പറ്റുമോ? യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് കൺസംഷൻ അല്ലേ? എന്താണ് ഈ യൂണിറ്റ് ഓഫ് കൺസംഷൻ? യൂണിറ്റ് ഓഫ് കൺസംഷൻ നമ്മൾ പറഞ്ഞു കൺസ്യൂം ചെയ്യുന്ന ഒരു യൂണിറ്റായി മാറുന്നു. എന്തുകൊണ്ട് ഫാമിലി ഒരു കൺസംഷൻ യൂണിറ്റ് ആവുന്നു? ഇതിന് ലാർജർ ഒരു കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, പല ഐറ്റത്തിന്റെയും ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഫാമിലിയിൽ നിന്നാണെന്നാണ് ജനറലി പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, അഡ്വർടൈസ്മെന്റ്സ് ഇൻ മീഡിയ, അല്ലെ? ഈ അഡ്വർടൈസ്മെന്റ്സ് ശരിക്കും എന്താ കാണിക്കുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയെ നമ്മൾക്ക് കാണിക്കും അഡ്വർടൈസ്മെന്റിൽ. അവർ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുന്നത് നമ്മൾ കാണുന്നു, അല്ലെ? അവർ വസ്ത്രം അലക്കുന്നു, അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു കാറിന്റെ പരസ്യമായിക്കോട്ടെ, അവിടെയും നമ്മൾ യൂഷ്വലി എന്താണ്? ഒരു ഫാമിലി കാർ ആണെങ്കിൽ ഫാമിലി അതിനകത്ത് ട്രാവൽ ചെയ്യുന്നു, അവർ ഭയങ്കര ഹാപ്പി ആവുന്നു, അല്ലെ? ഇത് വെറുതെ അവർ പ്ലേസ് ചെയ്യുന്നതാണോ ഇങ്ങനെയുള്ള ആഡ്സ്? അല്ല, അത് വളരെയധികം നമ്മളെ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാണ് ഈ മാർക്കറ്റിംഗ് കമ്പനീസ് ഇങ്ങനെയുള്ള ആഡുകൾ പ്ലേസ് ചെയ്യുന്നത്. ഇതിന് ഇവര് ചിലപ്പം കോടിക്കണക്കിന് രൂപയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആഡ്സിന് സ്പെൻഡ് ചെയ്യുന്നതും. ഓൾറൈറ്റ്, ഈ ആഡ്സ് കാണുന്ന ഒരു ഫാമിലിയിൽ എന്ത് ഒരു തോട്ട് വരും? ഈ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പി ആവും, ഇല്ലേ? ആ തോട്ടല്ലേ നമുക്ക് വരിക. കാരണം നമ്മൾ നോക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾ ഭയങ്കര ചിരിക്കുന്നു, അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്കുള്ളിലൊരു ഫീലിംഗ് എന്തുണ്ടാവും? അത് നമ്മൾ വാങ്ങിച്ചാൽ നമ്മളും ഹാപ്പി ആവും. ഇതല്ലേ ശരിക്കും കൺസ്യൂമറിസത്തിന്റെയും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ത്രൂ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുള്ളിൽ ഒരു സാധനം വരും, ഓ ഇത് വാങ്ങിക്കണം, അല്ലെ? ഡിസയർ ജനറേറ്റ് ചെയ്യല്ലേ? ഈ ഡിസയർ ജനറേറ്റ് ചെയ്യുന്നത് വഴി ഫാമിലി ഒരു കൺസംഷൻ യൂണിറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ? കാരണം പലപ്പോഴും ഈ ഡിമാൻഡിന്റെ ഡിസയർ ജനറേറ്റ് ആവുന്നത് എവിടുന്നാണ്? ഇൻഡിവിജ്വൽ ലെവലിനേക്കാളും കൂടുതൽ ഒരു ഫാമിലി ആസ് എ ഹോൾ, അല്ലെ? അങ്ങനെ ഒരു കളക്റ്റീവ് ലിവിംഗ് എന്നല്ലേ കുറെ അധികം ഡിസയർ വരുന്നത്. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെയും പരസ്യം എടുത്ത് നോക്കുക, എപ്പോഴും എന്തുണ്ടാവും? ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാവും. അതുവഴി നമുക്ക് തോന്നും നമ്മൾ ഹാപ്പി ആവും. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുക, ഫാമിലി ലെവലിലേക്ക് വിടുക. നിങ്ങൾ ഈ പുതിയ മൊബൈൽ ഫോൺ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് കുറെ ആൾക്കാർ ഉപയോഗിക്കുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, അതിന്റെ പരസ്യങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് വരും, ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ലൈഫ് എന്ത് ചെയ്യും? കൂടുതൽ കൺവീനിയന്റ് ആവും, അല്ലേ? നിങ്ങൾ ചില സമയത്ത് ഈ ഫോണിന്റെ ഒക്കെ ക്യാമറ അങ്ങനെയാണ്, ക്യാമറ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ ഒരു ഫോട്ടോ പോലും ചിലപ്പോൾ എടുക്കില്ല. പക്ഷെ നിങ്ങൾ അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ താല്പര്യം ജനറേറ്റ് ചെയ്യാൻ പാകത്തിൽ എന്തുണ്ട്? ആ ആഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? നൗ ഇതൊക്കെ കണ്ട് നിങ്ങൾ ഫോണും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക.
ഇവിടെയാണ് ശരിക്കും ഫാമിലിയുടെ അടുത്ത റോള് വരുന്നത്. ഇങ്ങനെ നമ്മൾ കുറെ ഐറ്റംസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് വഴി നമ്മൾ എക്കണോമിക് സിസ്റ്റത്തിന് വേറൊരു രീതിയിലും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് റെഡി ക്യാഷ് കൊടുത്തിട്ടാണോ? അല്ല, പലപ്പോഴും എങ്ങനെയായിരിക്കും? EMI അല്ലെ? നമ്മൾ EMIയിലും വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു, TV വാങ്ങിക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ വാങ്ങിക്കുന്നു. ഇത് വാങ്ങിച്ചു കഴിയുമ്പം ഇതിന്റെ EMI അടക്കണ്ടേ? ഇതിന്റെ EMI അടക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ജോലി ഉണ്ടാവണം. ഈ ജോലി പോയാൽ നമുക്ക് EMI അടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഫാമിലിയിലുള്ള ആൾക്കാരെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇടുകയല്ലേ? നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു, ഇതൊക്കെ വാങ്ങിച്ചതിന്റെ പേരിൽ നമ്മൾ പൈസ അടക്കണം. ആ പൈസ അടക്കണമെങ്കിൽ നമുക്ക് ജോലി വേണം. അപ്പൊ ആ ജോലി എന്ത് വില കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? പോവാതിരിക്കാൻ വേണ്ടി നോക്കും. ഇങ്ങനെ നമ്മൾ ജോലി പോവാതിരിക്കാൻ നോക്കുന്ന സമയത്ത് ഈ കൺട്രോൾ ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ സിസ്റ്റം, ഈ പറയുന്ന എക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർക്ക് എന്താണ് ഇൻ റിട്ടേൺ കിട്ടുന്നത്? വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനല്ലേ കിട്ടുന്നത്? അല്ലേ? നമ്മൾ ആരുടെ സാധനമാണ് വാങ്ങിച്ചത്? ഇവര് വിൽക്കുന്ന സാധനം. ഇവര് വിൽക്കുന്ന സാധനം നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ഇവർക്ക് എന്തായി മാറുകയാണ്? ഒബീഡിയന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആയി മാറുകയാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫംഗ്ഷൻ അല്ലേ ഫാമിലി ചെയ്യുന്നത്? അറ്റ് ദ സെയിം ടൈം കൺസ്യൂമേഴ്സും ആവുന്നു, അറ്റ് ദ സെയിം ടൈം അത് കാരണം ഒരു ഒബീഡിയന്റ് വർക്ക് ഫോഴ്സും ആയി മാറുന്നു നമ്മൾ. മനസ്സിലായോ? ഇത് മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ഫാമിലി ആണ്. മാർക്സിസ്റ്റ് വ്യൂല് പറയുന്നത് എന്താണ്? ഈ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒരു പരിധിയല്ല, ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റുകളാണ്. അവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലി ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഇതൊക്കെ ആരാ ഉപയോഗിക്കുന്നത്? ക്യാപിറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഫാമിലിനെയും ഒക്കെ ഉപയോഗിക്കുന്നത്? അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൺസംഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഫ്രം എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫാമിലി എന്തായി മാറി? യൂണിറ്റ് ഓഫ് കൺസംഷൻ. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു. അതുവഴി നമ്മൾ ഒരു എക്കണോമിക് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ആ എക്കണോമിക് ഫംഗ്ഷനിലൂടെ നമ്മൾ എന്തായി മാറുന്നു? ഒബീഡിയന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആയി മാറുന്നു. അല്ലെ? എന്ത് സംഭവിച്ചാലും ജോലി പോവരുത് എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായി നമ്മൾ മാറുന്നു. ക്ലിയർ ആണോ? ഇതാണ് ഒരു എക്കണോമിക് ഫംഗ്ഷന്റെ ആസ്പെക്ട് ഓഫ് ഫാമിലി. ഇത്രയും സംഭവങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെയുള്ള കാര്യങ്ങളിൽ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ഓരോരോ തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. 3 തിങ്കേഴ്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്ന് G.P. Murdoch, then McIver and Page. Okay. And third is Talcott Parsons. ഈ 3 പേരുടെയും വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫാമിലിനെ പഠിക്കും. ഈ 3 പേരുടെയും വ്യൂസ് നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് G.P. Murdoch പറയുന്ന ഫങ്ഷൻസ്, McIver and Page പറയുന്ന ഫങ്ഷൻസ്, ടാൽകോട്ട് പാർസൺസ് പറയുന്ന ഫങ്ഷൻസ്. ഇങ്ങനെ നിങ്ങൾ എഴുതണം. ഓക്കെ. ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തലയിൽ നിന്നോളും. നിങ്ങളൊന്നും ഇത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ഫോഴ്സ് ചെയ്യോ പ്രഷറൈസോ ചെയ്യരുത്. മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുമ്പം നിങ്ങൾക്ക് ഇവരുടെ പേരൊക്കെ എന്ത് ചെയ്യും? തലയിൽ നിൽക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പല പേരുകളും നമ്മൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന പേരുകളാണ്. എസ്പെഷ്യലി G.P. Murdoch. G.P. Murdochന് ഓർമ്മയുണ്ടോ? എന്താണ് ഡെഫിനിഷൻ? നമ്മൾ ഇന്നലെ നോക്കിയില്ലേ? അതാരുടെയാണ്? G.P. Murdochന്റെ ആണ്. Now G.P. Murdoch പറയുന്നത് there are 4 important functions of family എന്നാണ്, which are sexual functions, reproductive function, economic function and education function. ഈ ഫംഗ്ഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ്. സെക്ഷൽ ഫംഗ്ഷൻ അറിയാലോ? സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്കണോമിക് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് സോഷ്യലൈസേഷൻ ഫംഗ്ഷനെയാണ് പുള്ളി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പൊ അത് രണ്ടും സെയിം ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി എന്താണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, എന്താണ് ഫാമിലി എന്നുള്ളത് പറയും അല്ലെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഡെഫിനിഷൻ ഓഫ് ഫാമിലി എഴുതും. അതിനുശേഷം നിങ്ങൾ ഹെഡിങ് കൊടുക്കും ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവിടുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സബ് ഹെഡിങ് കൊടുക്കുക GP മെർഡോക്ക്. നിങ്ങൾ എന്ത് എഴുതണം, അക്കോർഡിംഗ് ടു GP മെർഡോക്ക് ഫാമിലിക്ക് എന്തുണ്ട്, മെയിൻ ആയിട്ട് 4 ഫംഗ്ഷൻസ് ഉണ്ട്, വിച്ച് ആർ സെക്ഷൽ ഫംഗ്ഷൻ. എന്താണ് സെക്ഷൽ ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുക. എന്താണ് സെക്ഷൽ ഫംഗ്ഷൻ? ടു സാറ്റിസ്ഫൈ ദ സെക്ഷൽ നീഡ്സ്, അതാണ് സെക്ഷൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി. ദെൻ റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, പുതിയ മെമ്പേഴ്സ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. എക്കണോമിക് ഫംഗ്ഷൻ ഇസ് ടു ഗെറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഫൈനലി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ വിച്ച് ഇസ് സോഷ്യലൈസേഷൻ ഓർ ട്രാൻസ്ഫറിംഗ് ഓഫ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി. ഇത്ര പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ വേറെ എക്സ്ട്രാ ഒന്നും അധികം പറയേണ്ട ആവശ്യം വരില്ല. ഇത്ര മാത്രമേ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം വരുള്ളൂ. ക്ലിയർ ആണോ? പുള്ളി ആക്ച്വലി പറഞ്ഞതിനകത്ത് ആ സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ് എന്നുള്ള ആംഗിൾ പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി ഈ 4 ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫാമിലി. പുള്ളി പറയുന്നത് പുള്ളിയുടെ വ്യൂ പോയിന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി ഇത് 4 മറ്റു ഫംഗ്ഷൻസ് ഇല്ല എന്നല്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്ഷുവൽ, റീപ്രൊഡക്റ്റീവ്, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നൗ അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കൈവർ ആൻഡ് പേജ്. മെക്കൈവർ ആൻഡ് പേജ് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്നും നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എസെൻഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ്. എന്താണ് ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്? അവർ പറയാണ് ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റീസിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് സൊസൈറ്റി, എല്ലാ സൊസൈറ്റീസിലും ഫാമിലി പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ ഫംഗ്ഷൻസ്. മീനിങ് എല്ലാ സൊസൈറ്റിയിലും നിർബന്ധമായും ഫാമിലി ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യൽ ഫംഗ്ഷൻസ്. എന്തൊക്കെയാണ് ഇവിടെയുള്ള എസെൻഷ്യൽ ഫംഗ്ഷൻസ്? ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് നമ്മൾ GP മെർഡോക്ക് ഒക്കെ പറഞ്ഞ പോലെയാണ്. ഒന്ന് സെക്ഷൽ ഫംഗ്ഷൻ, ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ നീഡ്. രണ്ടാമത്തെ എന്താണ്? പ്രൊക്രിയേഷൻ ആൻഡ് റെയറിംഗ് ഓഫ് ചിൽഡ്രൻ. എന്താണ് ഈ പ്രൊക്രിയേഷൻ എന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. ആൻഡ് റെയറിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? അവരെ വളർത്തി വലുതാക്കുക. അതിനകത്ത് എന്തുകൂടി വരും? സോഷ്യലൈസേഷൻ, ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. മൂന്നാമത് അവർ പറയാണ് പ്രൊവിഷൻ ഓഫ് ഹോം. എന്താണ് ഈ പ്രൊവിഷൻ ഓഫ് ഹോം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു വീട്, ഒരു ഹൗസ് ഹോൾഡ്, ഒരു യൂണിറ്റ്. ഓക്കെ, ഇതും ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അവർ പറയാണ് 3 ഫംഗ്ഷൻസ് ഉണ്ട് ഫാമിലിക്ക്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ്: സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ, പ്രൊക്രിയേഷൻ ആൻഡ് റെയറിംഗ്. മൂന്നാമത്തെ എന്താണ്? ഒരു ഹോം. അതാണ് പ്രൊവിഷൻ ഓഫ് ഹോം എന്ന് പറയുന്നത്. ഒരു കോമൺ റെസിഡൻസ് ഉണ്ടാവും. ക്ലിയർ? ഐഡിയ മനസ്സിലായോ? എന്നിട്ട് അവർ പറയാണ് അറ്റ് ദ സെയിം ടൈം ഫാമിലിക്ക് എന്തുണ്ട്? നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ. ഈ വാക്കിന്ന് തന്നെ ഇറ്റ് വിൽ ബി ക്ലിയർ ദാറ്റ് എന്തായിരിക്കും നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് എല്ലാ സൊസൈറ്റീസിലും ഫാമിലി ഈ ഫംഗ്ഷൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചില സൊസൈറ്റീസിൽ ഈ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവാം, ചില സൊസൈറ്റീസിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഫാമിലി ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ആണ് റിലീജിയസ് ഫംഗ്ഷൻ, എഡ്യൂക്കേഷൻ, എക്കണോമിക്, ഹെൽത്ത് ആൻഡ് റിക്രിയേഷൻ. ഇതിൽ ഓരോന്നും എന്താന്ന് പറയാം. എന്താണ് റിലീജിയസ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി? നമ്മളെല്ലാവരും ബൈ ബർത്ത് ആണല്ലോ ഒരു റിലീജിയന്റെ പാർട്ട് ആവുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലീജിയന്റെ പാർട്ട് ആവുന്നത്? ബിക്കോസ് നമ്മളുടെ ഫാമിലി ഫോളോ ചെയ്യുന്ന റിലീജിയൻ എന്താണോ അതായിരിക്കും ബൈ ബർത്ത് നമ്മളും അതിന്റെ പാർട്ട് ആവുന്നു. നമ്മളെ കുഞ്ഞുനാളിൽ നമുക്ക് ഈ റിലീജിയനെ കുറിച്ച് പറഞ്ഞു തരുന്നതും റിലീജിയന്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ആരാണ്? മോസ്റ്റ്ലി ഫാമിലി അല്ലേ? ഇപ്പം നമ്മൾ ഏത് മതമാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പല പ്രാക്ടീസസും ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിൽ നിന്നാണ് നമുക്ക് കാണിച്ചു തരുന്നതും അത് ഫോളോ ചെയ്യാൻ പറയുന്നതും. ഈ ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലീജിയസ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഇനി അപ്പം എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും? സോഷ്യലൈസേഷൻ ഓൾറെഡി റെയറിംഗ് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നതിൽ കവറായി. അപ്പൊ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്തായിരിക്കും? പക്ക എഡ്യൂക്കേഷൻ തന്നെയാണ്. ഈ പഴയ കാലങ്ങളിലുള്ള ഫാമിലീസ് സ്കിൽസിന് എന്ത് ചെയ്യാറുണ്ട്? ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാറില്ലേ? അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ കാർപ്പൻട്രി, ഇങ്ങനെയുള്ള കുറെ സ്കിൽഡ് വർക്ക്സ് ഇല്ലേ?
ആ സ്കിൽസ് ജനറേഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൈമാറി വരുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ഫാമിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ്, വേർ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ജനറേഷന് കുറെ നോളജ് ആയിട്ടാണെങ്കിലും സ്കിൽ ആയിട്ടാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പകർന്നു കൊടുക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണെന്ത്, എക്കണോമിക് ഫങ്ഷൻ. എന്താണെന്നറിയാലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. ഇതേപോലെ ഒരു യൂണിറ്റ് ആയി നിൽക്കുക, എക്കണോമിക് സപ്പോർട്ട് തരാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് തരാം, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്കണോമിക് ഫങ്ഷൻ. ഇനി അടുത്തതാണ് ഹെൽത്ത് ഫങ്ഷൻ. എന്തായിരിക്കും ഹെൽത്ത് ഫങ്ഷൻ? ഹെൽത്ത് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഫങ്ഷൻ അല്ലെ. ആ വീട്ടിൽ മെയിൻ ആയിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ചെറിയ കുട്ടികളെയും വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെയും. നമ്മൾ ഈ ഹെൽത്ത് ഫങ്ഷൻ ഓഫ് ഫാമിലിന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇൻസ്റ്റൻസ് ആണ്. ഒന്ന് സിക്ക് ആവുന്ന ആൾക്കാരെ നോക്കുക, രണ്ട് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെൽത്ത് ഫങ്ഷൻ ഓഫ് ഫാമിലി. ഇനി ഫൈനൽ റിക്രിയേഷണൽ. ഇത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തതിന്റെ കാരണം ഇത് എന്താണോ അതിന്റെ വേർഡ് മീനിങ് അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ, എന്താണ് റിക്രിയേഷണൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ? എന്താണ് റിക്രിയേഷൻ? ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു ആംഗിൾ എടുക്കുക. ഫാമിലിയുടെ എന്റർടൈൻമെന്റ് ഫങ്ഷൻ എന്താണ്? ഫാമിലിക്ക് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഫങ്ഷൻ ഉണ്ടോ? ബോറിംഗ് ഫങ്ഷൻ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ എന്റർടൈൻമെന്റ്? മ്യൂസിക്, അത് വീട്ടിൽ നടക്കുന്ന കൾച്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ. പിന്നെ ഈ പഴയ തറവാടുകളിലൊക്കെ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, കുറെ പെർഫോമൻസസ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വലിയ തറവാടുകളിലൊക്കെ ഇങ്ങനത്തെ കുറെ റിക്രിയേഷണൽ പരിപാടികൾ നടക്കുന്നത്. റൈറ്റ്, ഈ ചിലപ്പം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവിടെ ഡാൻസ് പെർഫോമൻസസ് നടത്തുക, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, റിക്രിയേഷണൽ ഫങ്ഷൻസ് ഓർ ഒരു എന്റർടൈൻമെന്റ് ഫങ്ഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ. നിങ്ങൾ ആലോചിക്കുക, പഴയ കാലം ഉള്ള ട്രഡീഷണൽ ഫാമിലീസ് അല്ലെ, അവരല്ലേ ശരിക്കും ഈ നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് മൊത്തം പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. റൈറ്റ്, എന്താണ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് നോക്കുക. പണ്ടത്തെ കാലത്ത് റിലീജിയന്റെ കുറെ ഫങ്ഷൻസ് ആരാണ് ചെയ്യുന്നത്, ഫാമിലിയിൽ നിന്ന് തന്നെ ചെയ്യുന്നു അല്ലെ. ചിലപ്പോ ഫാമിലിയിൽ തന്നെ വീട്ടിൽ തന്നെ എന്തുണ്ടാവാം, ചെറിയ ക്ഷേത്രോ അമ്പലോ എന്താണ് അങ്ങനെ ഉണ്ടാവാം, പൂജാമുറികൾ ഉണ്ടാവാം അല്ലെ, അവിടെ പൂജകൾ ചെയ്യുന്നുണ്ടാവാം. ഓർ ഇപ്പം വേറെ മതങ്ങളിലാണെങ്കിൽ അതാത് മതങ്ങളിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണോ എന്തൊക്കെ പരിപാടികളാണോ ഉള്ളത് അത് വീട്ടിനകത്ത് തന്നെ അതിന്റെ കുറെ അധികം എക്സ്പോഷർ എന്ത് ചെയ്യുന്നുണ്ടാവും, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവും. എന്നാൽ ഇന്നത്തെ മോഡേൺ ഫാമിലീസോ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടോ? അധികം ഇല്ലല്ലോ അല്ലെ. വീട്ടിൽ നിന്ന് തന്നെ ഈ റിലീജിയസ് ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടില്ലേ സമൂഹത്തിൽ. ശരിക്കും പറയപ്പെടുന്നത് എന്താണെന്നറിയോ, ട്രഡീഷണൽ സൊസൈറ്റീസിൽ ഫാമിലിയുടെ ഫങ്ഷൻസ് വളരെ വലുതായിരുന്നു. എന്നാൽ മോഡേൺ സൊസൈറ്റിയിൽ എത്തിയപ്പോഴത്തേക്ക് പണ്ട് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ചെയ്യുന്ന അത്ര ഫങ്ഷൻസ് ആര് ചെയ്യുന്നില്ല, ഫാമിലി ചെയ്യുന്നില്ല. മറിച്ച് ഫാമിലിയുടെ ഫങ്ഷൻസ് എന്തായി, ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി ഈ മൂന്ന് കാര്യങ്ങളിലെ സംഭവങ്ങൾ തന്നെ ഇപ്പൊ എന്താണ്, ക്വസ്റ്റ്യനബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പറയാം ലാർജ്ലി ഈ മൂന്ന് ഫങ്ഷൻസേ ഫാമിലി ചെയ്യുന്നുള്ളൂ. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും ഇന്നത്തെ ഫാമിലീസ് എന്ത് ചെയ്യുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുക, എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ചെറുപ്പം തൊട്ടിട്ട് ഫാമിലിന്നാണോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അതിനേക്കാളും കൂടുതൽ എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ചെയ്യുന്നത് ആരാണ്? പ്ലേ സ്കൂൾസ് അല്ലേ. ഇനി എക്കണോമിക് ഫങ്ഷൻ നോക്കുക, എക്കണോമിക് ഫങ്ഷനിൽ ഫാമിലിയുടെ റോള് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്കുള്ള എക്കണോമിക് ഫങ്ഷൻസ് പണ്ട് ചെയ്തതുപോലെ ഫാമിലി ചെയ്യുന്നില്ല. അപ്പൊ പണ്ട് കുറേം കൂടി വൈഡർ ഫങ്ഷൻസ് ഇല്ലേ. കാരണം അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫാമിലിയിലുള്ള ലാൻഡിൽ തന്നെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നായിരിക്കും ആ ഫാമിലിയിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഓരോ ഇൻഡിവിജ്വൽസും അവരുടേതായ ഇൻഡിവിജ്വൽ എക്കണോമിക് പെർസ്യൂട്ട്സ് നടത്തുകയല്ലേ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോകുന്നു. നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അതേപോലെ പോകുന്നു. ആ ഫാമിലിനെ കണക്ട് ചെയ്തിട്ടല്ലല്ലോ നമ്മളുടെ എക്കണോമിക് റിസോഴ്സസ് നമ്മൾ യൂഷ്വലി ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഹെൽത്ത് ഫങ്ഷൻ നോക്കുക.
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡേ കെയർ ആസ് വെൽ ആസ് ഓൾഡ് ഏജ് ഹോംസ് വന്നു. അപ്പം എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽത്ത് ഫങ്ഷൻസ് ചെയ്യുന്നത് ഫാമിലി അല്ല, മറിച്ച് ആരാണ്? ഓൾഡ് ഏജ് ഹോംസ് ആണ്. ഇനി റെക്രിയേഷണൽ ഫംഗ്ഷൻ നോക്കാം. ഫാമിലിയുടെ അകത്താണോ ഇപ്പം ഇങ്ങനെയുള്ള റെക്രിയേഷൻ? മറിച്ച് ഇതൊക്കെ എവിടെ പോയി? പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നില്ലേ? പബ്ബുകൾ വന്നു അല്ലെ, തിയേറ്റേഴ്സ് വന്നു, കുറെ ക്ലബുകൾ വന്നു. ഇവിടെയല്ലേ നമ്മൾ റെക്രിയേഷന് വേണ്ടി പോകുന്നത്, റാദർ ദാൻ റിലൈയിങ് ഓൺ ഫാമിലി ഫോർ ദ സെയിം. ക്ലിയർ ആണോ? അപ്പം മെക്കൈവർ ആൻഡ് പേജ് പറഞ്ഞത് എന്താണ്? എസെൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്, നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ട്രഡീഷണൽ സൊസൈറ്റീസിൽ നമുക്ക് എന്ത് പറയാം? എസെൻഷ്യലും നോൺ എസെൻഷ്യൽ ഫങ്ഷൻസും ആര് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു? ഫാമിലീസ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മോഡേൺ സൊസൈറ്റീസിൽ ഫാമിലി ഈ എസെൻഷ്യൽ ഫങ്ഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സ്റ്റോപ്പ് മീ. ഒരു പ്രശ്നമില്ല. ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് പോവാം. ഇതുവരെ ഓക്കെ ആണോ? എല്ലാവരും സെറ്റാണോ? ഓക്കെ. ഇനി നമുക്ക് താൽക്കോട്ട് പാർസൺസിനെ കുറിച്ച് പറയാം. നമ്മളുടെ സിലബസിൽ നമ്മൾ 6 മേജർ തിങ്കേഴ്സിനെ പഠിക്കാനുണ്ട്. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടോ? കണ്ടായിരുന്നോ നിങ്ങള്? എനിക്കൊരു ബേസിക് യെസ് പറയാൻ തന്നെ പേടിയാണോ? കണ്ടിട്ടുണ്ടായോ സിലബസ്? എല്ലാരും നോക്കിയായിരുന്നോ സിലബസ്? 6 തിങ്കേഴ്സിനെ കണ്ടായിരുന്നു അതിനകത്ത്? ഓക്കെ. ആരൊക്കെയാണ് 6? മാക്സ് വെബർ ഉണ്ട്. മാക്സ് വെബറിന് നല്ല പരിചയം ഉണ്ടല്ലോ. പിന്നെ ഡർഖൈം ഉണ്ട്, താൽക്കോട്ട് പാർസൺസ് ഉണ്ട്, കാൾ മാർക്സ് ഉണ്ട്, പിന്നെ മേർട്ടൺ ഉണ്ട്, മീഡ് ഉണ്ട്. ഇതാണ് 6 പേര്. ഓക്കെ. അപ്പൊ മേർട്ടൺ, മീഡ്, പാർസൺസ്, മാർക്സ്, വെബർ, ദർഖൈം. ഇതിന് ആക്ച്വലി ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മാർക്സ്, വെബർ, ദർഖൈം 3 പേരും യൂറോപ്യൻ ആണ്. മേർട്ടൺ, പാർസൺസ്, മീഡ് 3 പേരും അമേരിക്കൻ ആണ്. ഭാഗ്യം കൊണ്ട് ഇന്ത്യയിൽ ആരുമില്ല. കാരണം ഇന്ത്യയിൽ പിന്നീടാണ് സോഷ്യോളജി ഒക്കെ അടിപൊളി ആവുന്നത്. പിന്നെ അടിപൊളിയായിട്ടും കാര്യമില്ല. ഇന്ത്യയിലെ പെർസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താതിരുന്നെന്നുള്ളത്. ഓക്കെ. ശോകം പെർസ്പെക്റ്റീവ്സ് ആണ്. ഓക്കെ. അപ്പം എന്തായാലും ഇങ്ങനെ 6 മേജർ തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു പ്രധാനിയാണ് ആര്? പാർസൺസ്. ഈ പാർസൺസിനെ ഞാൻ ജനറലി പറയുന്നത് നമ്മൾ ഈ കറിക്ക് ഉപ്പിടുക എന്നൊക്കെ പറയുന്ന പോലെയാണ് പാർസൺസ്. നമ്മൾ ഈ ചാപ്റ്റർ തൊട്ട് ഇനി അങ്ങോട്ടേക്ക് എടുക്കാൻ പോകുന്ന പേപ്പർ 1 ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലും ആരുണ്ട്? പാർസൺസ് ഉണ്ട്. ഇൻ വൺ വേ ഓർ ദ അതർ പാർസൺസിന്റെ എന്തെങ്കിലും വ്യൂ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. കാരണം പുള്ളി അത്രയും കുറെ സാധനങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കണം. മാർക്സും ഏതാണ്ട് സിമിലർ ആണ്. കുറെ സ്ഥലങ്ങളിൽ മാർക്സിന്റെ ഒരു വ്യൂ പോയിന്റും വരും. ഈ പാർസൺസും മാർക്സും ആണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭീകരമായി പരിചയമുള്ള ആൾക്കാരെ പോലെ ആവുന്നത്. ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് പാർസൺ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി എന്താ പറയുന്നതെന്ന് പറയാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളി പറയുന്നതൊക്കെ ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ പാർസൺസിന്റെ വ്യൂ ഇപ്പം തന്നെ പാർസൺസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പാർസൺസ് പറയാണ് ഫാമിലിക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. ഒന്നാണ് പ്രൈമറി സോഷ്യലൈസേഷൻ. എന്തായിരിക്കും ഈ പ്രൈമറി സോഷ്യലൈസേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്താ സംഭവം? നമ്മളെ വീടുകളിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ എന്ത് പകർന്നു കൊടുക്കുന്നു? സമൂഹത്തിന്റെ നോംസ് ആൻഡ് വാല്യൂസ് പകർന്നു കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി സോഷ്യലൈസേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ പുള്ളി പറയാണ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. ഈ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ പുള്ളി പറയാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ, മീനിങ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള സൊസൈറ്റി, ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഭയങ്കര കൂടുതലല്ലേ? കോമ്പറ്റീഷൻ കൂടുതലല്ലേ? പണ്ട് ചിൽ ലൈഫായിരുന്നു നമുക്ക്. കാരണം എന്താണ്? കോമ്പറ്റീഷൻ അധികം ഇല്ല അല്ലെ? വളരെ വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് പെർസ്യൂട്ട്സ് ഒന്നുമില്ല. ഏതാണ്ട് സിമിലർ റേഞ്ചിലുള്ള കുറച്ച് എക്കണോമിക് പെർസ്യൂട്ട്സ്, അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് സ്മൂത്ത് അല്ലേ? ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ.
പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആ ജോലിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കോമ്പറ്റീറ്റീവ് ആവണം. അങ്ങനെ കോമ്പറ്റീറ്റീവ് ആവണമെങ്കിൽ നമ്മൾ അത്രയധികം എന്തെടുക്കണം? പ്രഷറും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുക്കണം, അല്ലെ? ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് സെക്ടറിലുള്ള ആൾക്കാരൊക്കെ പറയുന്നില്ലേ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, ഭയങ്കര പ്രഷർ ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ പുള്ളി പറയാണ് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇതേപോലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളപ്പം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പുള്ളിയുടെ വ്യൂവില് പുറത്തു പോയി പണിയെടുക്കേണ്ടത് ആരാണ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? പുള്ളി പറയാണ് മെയിലാണ് പുറത്തു പോയി പണിയെടുക്കേണ്ടത്, ഫീമെയിൽ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കണം. ഓക്കെ, പുള്ളി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പുള്ളി പറയാണ് മെയിൽ ഇൻസ്ട്രുമെന്റൽ റോള് ചെയ്യണം. മീനിങ് ബ്രെഡ് വിന്നർ ആരായിരിക്കണം? മെയിൽ ആയിരിക്കണം. വിമൻ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് എക്സ്പ്രസീവ് റോള് ചെയ്യണം. എന്താണ് ഈ എക്സ്പ്രസീവ് റോൾ എന്ന് പറയുന്നത്? ഇമോഷണൽ റോള്. കുട്ടികളെ നോക്കുന്നത് ആരായിരിക്കണം? വിമൻ ആയിരിക്കണം. കാരണം കുട്ടികളെ ഒരു ഇമോഷണൽ രീതിയിൽ വളർത്താൻ ആർക്കേ പറ്റുള്ളൂ? സ്ത്രീകൾക്കേ പറ്റുള്ളൂ. അതേപോലെ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ച് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭർത്താവിനെയും സ്നേഹം കൊണ്ട് പുണർന്ന് എന്ത് ചെയ്യണം? ഒരു സ്റ്റെബിലിറ്റി അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും ആ ഒരു ഇമോഷണൽ റോള് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പം പുള്ളി പറയുന്ന ഈ രണ്ട് ഫംഗ്ഷനും, പ്രൈമറി സോഷ്യലൈസേഷൻ ആയിക്കോട്ടെ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ആയിക്കോട്ടെ, ഇത് ആരുടെ ഫംഗ്ഷനാണ്? ശരിക്കും സ്ത്രീകളുടെ ഫംഗ്ഷനാണ് പുള്ളിയുടെ വ്യൂ പോയിന്റിൽ. കാരണം സ്ത്രീകൾക്ക് ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കൈൻഡ് ഓഫ് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പാർസൺസിന്റെ വ്യൂ. ക്ലിയർ ആണോ? പുള്ളിയെ പിന്നീടുള്ള ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ഒക്കെ കാര്യമായി ഡീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം പുള്ളി അങ്ങനെ പറയാണ് സ്ത്രീകൾ വർക്കിന് പോകരുത്, സ്ത്രീകൾ വർക്കിന് പോയാൽ അതിൻ്റെതായ നെഗറ്റീവ് ആസ്പെക്ട് സൊസൈറ്റിയിൽ ഉണ്ടാവും. കാരണം സ്ത്രീകളും കൂടി വർക്കിൽ പോയാൽ കുട്ടികൾ ആര് നോക്കും? കഷ്ടപ്പെട്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിച്ച് വരുന്ന ആണുങ്ങളെ ആര് നോക്കും? ഇതിനൊക്കെ സ്ത്രീകൾ എന്തായിരിക്കണം? കുലസ്ത്രീകളായിരിക്കണം. അവരെന്ത് ചെയ്യാൻ പാടില്ല? അവരിതേപോലെ ജോബിന് പോകാൻ പാടില്ല. പുള്ളിയുടെ വ്യൂ അങ്ങനെയാണ്. പുള്ളി അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സെക്ഷുവൽ ഡിവിഷൻ ഓഫ് ലേബർ. നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടോ? സെക്ഷുവൽ ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്? നമ്മളുടെ സെക്സിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട റോൾസിന്, ജെൻഡർ റോൾസ് നമ്മൾ പറയും. മെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഭയങ്കര മാസ്കുലീൻ, അല്ലെ? അങ്ങനെയുള്ള റോള് ചെയ്യണമെന്നും, ഒരു ബ്രെഡ് വിന്നർ റോള് ചെയ്യാം, ആൽഫ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അമ്മാതിരി ഒരു സെറ്റപ്പ് ആയിരിക്കണം മെയിലെന്നും. എന്നാൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? വളരെ കെയർ ടേക്കർ, എവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സ്നേഹം ഇങ്ങനെ എയറിലുണ്ടാവണം. ആ ഒരു റോളാണ് ആർക്കുള്ളത്? ഫീമെയിലിനുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയണം അത് ഫങ്ഷണൽ ആണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ ഫങ്ഷണൽ? പുള്ളി അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. എന്താ പുള്ളി പറയുന്ന അറിയോ? ബോത്ത് മെയിലും ഫീമെയിലും വർക്കിന് പോവാന്ന് വിചാരിക്കാം. ഇപ്പൊ രണ്ടുപേരും എന്തിലാവും? സ്ട്രെസ്സിലും സ്ട്രെയിനിലും ആവും. അങ്ങനെ രണ്ടുപേരും സ്ട്രെസ്സിലും സ്ട്രെയിനിലായാൽ ഫാമിലി എന്താവും? ഫുള്ള് സ്ട്രെസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഫാമിലിയിൽ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അല്ലെ? ഒരു ഇമോഷണൽ ആയിട്ട് ഉള്ള നീഡ്സ്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ വരാം. മൊത്തത്തിൽ ഒരു ബോയിൽഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഫാമിലി ഉണ്ടാവുക. അത് ആർക്ക് പ്രശ്നമാണ്? ഫാമിലിക്കും പ്രശ്നമാണ്, കുട്ടികൾക്കും പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് എന്ത് ചെയ്യണം? സ്ത്രീകൾ വീട്ടിലും പുരുഷന്മാർ പുറത്തും. പുള്ളി അതിന് കുറെ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഇതാണ് പാർസൺസ്. പുള്ളി വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ തിയറി ഭീകരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ 3 പേരുടെ വ്യൂസ് ഏതൊക്കെയാണ്? 3 പേർ ആരൊക്കെയാണ്? 3 ആൾക്കാര്. JP മുർഡോക്ക്, അല്ലെ? JP മുർഡോക്ക് എന്ത് പറഞ്ഞു? ഫാമിലി 4 ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് 4 ഫങ്ഷൻസ്? സെക്ഷൽ ഫങ്ഷൻ, റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഫങ്ഷൻ. ഇതിനങ്ങനെ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ. ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എഡ്യൂക്കേഷൻ ഫസ്റ്റ് പറയാം, എങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? അടുത്ത ആളുടെ മെക്കൈവർ ആൻഡ് പേജ്, അല്ലെ? അവരെന്താ പറഞ്ഞത്? രണ്ട് ടൈപ്പ് ഓഫ് രീതിയിൽ ഫങ്ഷൻസിന് അവർ വേർതിരിച്ചു. എസെൻഷ്യലും നോൺ എസെൻഷ്യലും. എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
എല്ലാ സൊസൈറ്റീസിലും ഫാമിലി ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് എസെൻഷ്യൽ ഫങ്ഷൻസ്. ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഓഫ് സൊസൈറ്റി, ഫാമിലി പെർഫോംസ് ദീസ് ഫങ്ഷൻസ്. അല്ലെ? അതെന്തൊക്കെയാണ്? ഓക്കെ, ഒന്ന് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ, procreation and rearing of children, provision of home. That means our residential angle. ഇനി നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിലീജിയസ് ഫങ്ഷൻ, എഡ്യൂക്കേഷൻ ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ, ഹെൽത്ത്, റിക്രിയേഷൻ, ഇതൊക്കെയാണ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ്. എന്നിട്ട് പുള്ളി പറഞ്ഞ എന്താണ്? ട്രഡീഷണൽ സൊസൈറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് ഫാമിലി ചെയ്യാറുണ്ട്. എന്നാൽ മോഡേൺ സൊസൈറ്റി എത്തിയപ്പോഴത്തേക്ക് എസെൻഷ്യൽ ഫങ്ഷൻസ് മാത്രമേ ഫാമിലി ചെയ്യുന്നുള്ളൂ. നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് ആരാ ചെയ്യുന്നത്? മറ്റ് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് അത് പെർഫോം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആളാരാണ്? ടാൽകോട്ട് പാർസൺസ്. പുള്ളി എന്താ പറഞ്ഞത്? രണ്ട് ഫങ്ഷനാണ് മെയിൻ ആയിട്ട് ഫാമിലിക്കുള്ളത്, പ്രൈമറി സോഷ്യലൈസേഷനും അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനും. എന്താണ് രണ്ടെന്ന് മനസ്സിലായല്ലോ? പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന സോഷ്യലൈസേഷൻ തന്നെയാണ്. അഡൽട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുമ്പം ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓവർകം ചെയ്യണമെങ്കിൽ വിമൻ എന്ത് ചെയ്യണം? അവിടെ ഇമോഷണൽ ഓർ എക്സ്പ്രസീവ് റോള് പ്ലേ ചെയ്യണമെന്നും അതുവഴി ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിന് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ അത് സൊസൈറ്റിക്ക് എന്താവും? നെഗറ്റീവായി ബാധിക്കാം. ഇതിനെയാണ് പുള്ളി എന്ത് പറയുന്നത്? അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. ഇത്രയേ ഉള്ളൂ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഒരാളും കൂടി ഉണ്ട് ഈ പെർസ്പെക്റ്റീവിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. പക്ഷെ പുള്ളി ഇതിനെ പക്ക ഫങ്ഷണൽ ആയിട്ടല്ല പറയുന്നത്, കുറച്ചൊക്കെ അതിന്റെ ഡിസ്ഫങ്ഷൻസ് പറയുന്നുണ്ട്. എന്താണ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ? നെഗറ്റീവ്സ്. അവരാണ് വോഗൽ ആൻഡ് ബെൽ. ഓക്കെ, ഹെൽത്ത് ഫങ്ഷൻസ് എല്ലാ സൊസൈറ്റിയിലും ചെയ്യുന്നില്ലേ? ഹെൽത്ത് ഫങ്ഷൻസ് എല്ലാ സൊസൈറ്റിയിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ അസുഖം വന്ന ആൾക്കാരെ കംപ്ലീറ്റ്ലി നോക്കുന്നത്. പക്ഷെ ഇന്ന് അസുഖം വരുമ്പം ഫാമിലി അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, ഹോസ്പിറ്റൽസ് ഇല്ലേ, അല്ലേ? ഇപ്പൊ കെയർ ഫങ്ഷൻസ് ഒരുപാടധികം ഹോസ്പിറ്റൽസിൽ വെച്ച് ചെയ്യപ്പെടുന്നില്ലേ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിലാക്കുന്നു, ബാക്കി അവിടെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? അവിടെയുള്ള ഡോക്ടേഴ്സും നേഴ്സൊക്കെയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പണ്ട് ഫാമിലി ചെയ്ത പോലുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, ഇന്ന് ചെയ്യുന്നില്ല. ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഫാമിലി ചെയ്യുന്നത്, അല്ലേ? പിന്നെ ഹെൽത്ത് ഫങ്ഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സിക്ക് ആകുമ്പോൾ നോക്കുന്നത് മാത്രമല്ല, എൽഡർലി കെയർ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഈ എൽഡർലി കെയർ ഇപ്പോൾ ആര് ചെയ്യുന്നില്ല? ഫാമിലി പെർഫോം ചെയ്യുന്നില്ല. അത് ആര് മാത്രമേ ചെയ്യുന്നുള്ളൂ? അത് ഈ പറയുന്ന എൽഡർലി കെയർ ഹോംസും അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി അർബൻ സെന്റേഴ്സിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് അത് മോസ്റ്റ്ലി. ഇനിയിപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പോലും ഹോം നേഴ്സ് വരിക, അല്ലെ? അതും ഫാമിലി അല്ലല്ലോ ടേക്ക് കെയർ ചെയ്യുന്നത്. വീട്ടിലൊരു ഹോം നേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. ആണ് കാര്യം. സോ വിൽ മൂവ് ഓൺ ടു വോഗൽ ആൻഡ് ബെൽ. ഈ വോഗൽ ആൻഡ് ബെല്ല് പറയുന്ന കാര്യം, ഫാമിലി നമ്മൾ ഇത്രയും സമയം പറഞ്ഞപ്പോഴൊക്കെ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, അല്ലെ? ഫാമിലിയുടെ ഫങ്ഷൻസ് ആണ്. പക്ഷെ ഇവര് പറയാണ് ഫാമിലി ഓവറോൾ നല്ലതാണ്, പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത്, ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു ഫാമിലിയിൽ ആരുടെ മേളിലാണ് അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്? കുട്ടികളുടെ മേളിലാണ്, അല്ലെ? ഈ അച്ഛനും അമ്മയും തമ്മിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ അവർ തീർക്കുന്നത് ആരുടെ മേളിലായിരിക്കും? കുട്ടികളുടെ മേളിലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ ഫാമിലിയിലുള്ള ബലിയാടുകളല്ലേ കുട്ടികൾ, റൈറ്റ്? ഫാമിലിയിലുള്ള പ്രഷറും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അങ്ങോട്ട് വെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റായി കുട്ടികൾ മാറുന്നു. ഇങ്ങനെ കുട്ടികൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു യൂണിറ്റായി മാറിയാൽ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? കുട്ടികളിൽ കുറെ അധികം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലേ? ഇതെല്ലാ ഫാമിലിയിലും നടക്കുന്നല്ല, പക്ഷെ പല ഫാമിലീസിലും ഇങ്ങനെ നടക്കാം. അങ്ങനെ വരുമ്പം ശരിക്കും ഈ ഫാമിലി കുട്ടികൾക്ക് ഡിസ്ഫങ്ഷണൽ അല്ലേ? ഇനി മനസ്സിലായോ? അവര് പറയുന്നത് ഈ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ നേരിടുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും പലപ്പോഴും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ മുകളിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികൾ എന്തായിരിക്കും? സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ അവർ നേരിടും.
ആ സൈക്കോളജിക്കൽ പ്രശ്നം നേരിടുന്ന കുട്ടികൾക്ക് ഫാമിലി ശരിക്കും ഡിസ്ഫങ്ഷണൽ അല്ലേ? അത് മോശമല്ലേ? അല്ലേ? അത് നോ ബ്രെയിനർ ആണ്, മോശമാണ്. പക്ഷെ അപ്പൊ അവർ പറയാണ് കുട്ടികൾക്കത് മോശമാണെന്നുള്ള നമ്മൾ സമ്മതിക്കണം, പക്ഷെ എന്നാലും അത് സൊസൈറ്റിക്ക് എന്താണ്? നല്ലതാണ്. അവർ പറയാണ് കുട്ടികൾക്ക് മോശമാണ്, സൊസൈറ്റിക്ക് നല്ലതാണ്. എങ്ങനെയായിരിക്കും അങ്ങനെ ആവുന്നത്? അവരതിന് വളരെ വിദഗ്ധമായി പറയുന്ന കാരണം, ഈ കുട്ടികളിൽ അത് പ്രശ്നം ഉണ്ടാക്കിയാലും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം തീരില്ലേ? അവർ തമ്മിലുള്ള പ്രശ്നം കുട്ടികളുടെ മുഖത്ത് പ്രൊജക്ട് ചെയ്യുന്നു, അപ്പൊ അവർ തമ്മിലുള്ള പ്രശ്നം കുറച്ചൊക്കെ തീരുന്നു, അല്ലേ? അവരുടെ എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും അവർ കുട്ടികളുടെ മുകളിൽ വെന്റ് ഔട്ട് ചെയ്യുന്നു, ആ സ്ട്രെസ്സും സ്ട്രെയിനും അവിടെ തീരുന്നു. ഇത് കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധവും ഈ പേരൻസും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധവും എന്താവുന്നില്ല? നെഗറ്റീവ്ലി എഫക്റ്റഡ് ആവുന്നില്ല. അപ്പം ലാർജർ സൊസൈറ്റിക്ക് അത് നല്ലതാണല്ലോ, ഫാമിലിക്ക് സ്റ്റെബിലിറ്റി വന്നല്ലോ. ഇത് ആർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ? കുട്ടികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. എന്നിട്ട് ഇവർ പറയാണ് നമ്മൾ ഇതിൽ ഏതാണ് വലുത്? കുട്ടികൾക്ക് പ്രശ്നമാവുന്നതാണോ വലുത്? സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നമാവുന്നതാണോ വലുത്? ഏതാ കൂടുതൽ പ്രശ്നം? സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നമാവുന്നതാണ് കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് അവർ പറയാണ് കുട്ടികൾക്ക് ഡിസ്ഫങ്ഷൻ ആയിക്കോട്ടെ, സമൂഹത്തിന് ഇത് നല്ലതാണ്, അതുകൊണ്ട് ഇത് നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇതിന് കുറെ ക്രിറ്റിസിസം ഉണ്ട്, അത് നമുക്ക് പറയാം. പക്ഷെ ഇവരുടെ ഐഡിയ മനസ്സിലായോ? They say that family is dysfunctional for children. അവർ പറയുന്നുണ്ട് ഈ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയി മാറുന്നു. They become family scapegoat. ഈ scapegoat എന്ന് പറയുന്നത് എന്താണ്? ബലിയാടുകൾ, scapegoats. Even though because of the issues between parents, as parents are venting out their stress and strain towards that of children, family as an institution becomes dysfunctional for the child. However, they say that it is functional for the society as a whole as well as for the family, because ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും വെന്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പം പേരൻസ് തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവുന്നു. അതേപോലെ വൈഡർ സൊസൈറ്റിയിലേക്ക് ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? സ്പ്രെഡ് ആവുന്നില്ല. അത് ആ കുട്ടിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അപ്പൊ ഒരു ലാർജർ പിക്ചർ നമ്മൾ എടുത്താൽ കുട്ടിക്ക് മോശമായിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ ലാർജർ സൊസൈറ്റിക്ക് ഇതെന്താണ്? നല്ലതാണ്. അതുകൊണ്ട് അവർ പറയാണ് ഫാമിലി എന്താണ്? നല്ലതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊരു ഐഡിയയിൽ നിങ്ങൾക്ക് കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ ഐഡിയ എന്താണെന്ന് മനസ്സിലായോ? സെറ്റല്ലേ? നൗ ഇതുകൊണ്ടാണ് ഇവരെ ഞാൻ ആ മൂന്നെണ്ണത്തിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. മറ്റ് മൂന്ന് പേരും ഫാമിലിയുടെ ഒരു രീതിയിലുള്ള ഡിസ്ഫങ്ഷൻസും പറഞ്ഞില്ല, ഇവരാണ് ഡിസ്ഫങ്ഷൻസ് പറയുന്നത്. പക്ഷെ അവസാനം അവരെന്ത് പറയുന്നുണ്ട്? ഇങ്ങനെ ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ഇത് ഓവറോൾ ആർക്ക് നല്ലതാണ്? സൊസൈറ്റിക്ക് നല്ലതാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? Now with this ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി തീർന്നു. നിങ്ങൾ ഈ വോഗൽ ആൻഡ് ബെല്ലിന്റെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് UPSC ചോദിക്കാം എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഓക്കെ, എഴുതിക്കോ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. Examine the functionalist perspective on family. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ what you can do is, നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഫാമിലി എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. Then you will give the heading functionalist perspective on family. Then you are going to write about G.P. Murdochന്റെ view, Talcott Parsonsന്റെ view, McIverന്റെ view. അല്ലെ? ഈ മൂന്ന് വ്യൂസ് നിങ്ങൾ പറയുന്നു. ഇനി നിങ്ങൾ കൺക്ലൂഷൻ എഴുതണ്ടേ? അങ്ങനെയല്ലേ ആൻസർ റൈറ്റിംഗ്? ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ഈ കൺക്ലൂഷനിൽ നിങ്ങൾക്ക് ആരെ കൊണ്ടുവരാം? വോഗൽ ആൻഡ് ബെല്ലിനെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ലേ? അല്ലാതെ നിങ്ങൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും? മുകളിൽ എഴുതിയതിന്റെ സമ്മറി ആയിരിക്കും കൺക്ലൂഷൻ. അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ബെറ്റർ എന്താണ്? നിങ്ങൾ പറയാം ഇവൺ തോ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഫാമിലിനെ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും വോഗൽ ആൻഡ് ബെൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാമിലിയുടെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അകത്ത് നിന്നുകൊണ്ട് ഫാമിലി കുട്ടികൾക്ക് ഡിസ്ഫങ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇത്ര പറഞ്ഞാൽ മതി. ക്ലിയർ? അപ്പൊ ഈ ഒരു ആൻസർ എഴുതിയാൻ പറ്റൂല നിങ്ങൾക്ക്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മളെ സെഷൻ വരുന്നത് മൺഡേ ആണ്. അപ്പൊ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ എഴുതിയിട്ട് വരിക. നമുക്ക് മൺഡേ എന്ത് ചെയ്യാം? ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ?
സെറ്റല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. വേർഡ് ലിമിറ്റ് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, 150 വേർഡ്സ്. അത്രയൊക്കെ ഇത് ചോദിക്കുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കും? ആർക്കും സംശയമൊന്നുമില്ല? എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾ സെറ്റ്? ഡൗട്ട് ഒന്നുമില്ലല്ലോ ആയിരിക്കും? ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും എഴുതിയിട്ട് വരിക, സോ ദാറ്റ് വി വിൽ ഡിസ്കസ്. നിങ്ങൾ എഴുതുന്ന ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഇപ്പോഴേ അങ്ങ് ജനറേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് അവസാനം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ. നമുക്ക് മൺഡേ കാണാം. ടേക്ക് കെയർ, ബൈ. താങ്ക് യു, ബൈ ബൈ.